എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മ പറഞ്ഞ മനോഹരമായൊരു വചനം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മലയാളത്തിൽ 2 വാക്കുകളുണ്ട്. ഒന്ന് ആനന്ദം, 2 സന്തോഷം. രണ്ടിനും 2 അർത്ഥമാണ്. ആനന്ദമല്ല സന്തോഷം, സന്തോഷമല്ല ആനന്ദം. സന്തോഷം പുറം ലോകം നമുക്ക് തരുന്നതാണ്. ആനന്ദം ഉള്ളിൽ നിന്നും തികട്ടി വരുന്നതാണ്. സന്തോഷം പുറം ലോകം നമുക്ക് തരുന്നതാണ്. ഒരു കഷ്ണം വാർത്തമീൻ കൂട്ടിയാൽ സന്തോഷം, എണ്ണ കനച്ചു പോയാൽ മനപ്രയാസം. പുത്തൻ ചെരുപ്പ് ഇടുമ്പം സന്തോഷം, വള്ളി പൊട്ടിപ്പോയാൽ സങ്കടം. പുത്തൻ ഡ്രസ്സ് ധരിക്കുമ്പം സന്തോഷം, ആണി കൊണ്ട് കീറിപ്പോയാൽ സങ്കടം. കൊള്ളാമെന്ന് പൊക്കിപ്പറഞ്ഞാൽ സന്തോഷം, അത് ബോറെന്ന് താഴ്ത്തിപ്പറഞ്ഞാൽ സങ്കടം. സന്തോഷം തരുന്നവർക്ക് സങ്കടം തരാൻ പറ്റും. പക്ഷെ ആനന്ദം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. തെറി കേട്ടാലും ആനന്ദം, കുത്തുവാക്ക് വന്നാലും ആനന്ദം, പാരപെടുതാലും ആനന്ദം, രോഗം വന്നാലും ആനന്ദം, അതകത്തുനിന്ന് വരുന്നതാണ്. പരിശുദ്ധ അമ്മ ആനന്ദിച്ച അമ്മ, സന്തോഷിച്ച അമ്മയല്ല, ആനന്ദിച്ച അമ്മയെന്നാണ് മറിയത്തെ വിളിക്കുക. പരിശുദ്ധ അമ്മ ആനന്ദിക്കാനുണ്ടായ പ്രധാന കാരണം ദൈവത്തിൻ്റെ വചനത്തിന് മറിയം കൊടുത്ത 4 പ്രത്യുത്തരങ്ങൾ അമ്മയെ ആനന്ദിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന് മറിയം കൊടുത്ത 4 പ്രത്യുത്തരങ്ങൾ അമ്മയെ ആനന്ദിപ്പിച്ചു. 2022 പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഒരു സമൂഹമായി തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ കൊടുക്കുന്ന 4 പ്രത്യുത്തരങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെയും എന്നെയും ആനന്ദിപ്പിക്കണം. 1, അമ്മ വചനം ശ്രവിച്ചു. 2, അമ്മ വചനം സ്വീകരിച്ചു. 3, അമ്മ വചനത്തെ ധ്യാനിച്ചു. 4, അമ്മ വചനം മാംസം ധരിച്ചു. ഇവിടെയാണ് അമ്മയുടെ ആനന്ദം. ശ്രവിച്ചു, സ്വീകരിച്ചു, ധ്യാനിച്ചു, മാംസം ധരിച്ചു. മലയാളത്തിൽ 2 വാക്കുകൾ. 1 കേൾക്കുക, 2 ശ്രവിക്കുക. രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനുള്ളതാണ്. ഞായറാഴ്ചത്തെ പള്ളിയിലത്തെ പ്രസംഗം ശ്രവിക്കാനുള്ളതാണ്. അച്ഛൻ്റെ ധ്യാനചിന്തകൾ ശ്രവിക്കാനുള്ളതാണ്. മുദ്രാവാക്യം വിളി കേൾക്കാനുള്ളതാണ്. വെറുതെ കേൾക്കുന്നത് കേൾവി, പ്രാർത്ഥനാപൂർവം കേൾക്കുന്നത് ശ്രവണം. ചുമ്മാ അങ്ങ് കേൾക്കുന്നത് കേൾവി, പ്രാർത്ഥനാപൂർവം കേൾക്കുന്നത് ശ്രവണം. ഒരു സന്ദേശം വരുമ്പോൾ ദൈവം എനിക്ക് തരുന്നതാണ് എന്ന ചിന്തയോടെ പ്രാർത്ഥനയോടെ ആ സന്ദേശത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ വചനത്തെ ശ്രവിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് ധ്യാനങ്ങൾ, ഒത്തിരി കൺവെൻഷനുകൾ, ഒരുപാട് ധ്യാനമന്ദിരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ശക്തമായ മാനസാന്തരം വരാത്തതിൻ്റെ കാരണം എല്ലാവരും കേൾക്കാൻ പോകുന്നവരാണ്, പ്രാർത്ഥനാപൂർവം ശ്രവിക്കാൻ പോകുന്നവരല്ല. 10 മിനിറ്റിൻ്റെ ഒരു സൺഡേ സർമണാണെങ്കിലും പ്രാർത്ഥനാപൂർവം ശ്രവിക്കുമ്പോൾ ആ ജീവിതത്തിൽ മാറ്റം വരുത്തും. അപ്പം വചനത്തെ അമ്മ ശ്രവിച്ചു, അമ്മ ആനന്ദിച്ചു. 2, വചനത്തെ അമ്മ സ്വീകരിച്ചു. ശ്രവിച്ച വചനത്തെ അമ്മ സ്വീകരിച്ചു. നമ്മൾ ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ അത് 2022 എൻ്റെ ദൈവം എനിക്ക് തരുന്ന സന്ദേശമായി സ്വീകരിക്കണം. അനേകർ ആഗ്രഹിച്ചിട്ടും നടക്കാത്തത്, ഒത്തിരി പേര് കൊതിച്ചിട്ടും നടക്കാത്തത്, ഇവിടെ ഒരുമിച്ചിരുന്ന് ആയിരിക്കുവാൻ ദൈവം തരുന്ന ഒരവസരം. അപ്പം അത് എൻ്റെ ദൈവം എനിക്ക് തരുന്ന സന്ദേശമായി നമ്മൾ സ്വീകരിക്കണം. ചിലപ്പോഴൊക്കെ ചില പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയും, ജോസഫച്ച കടുപ്പത്തിൽ ഒന്ന് പറയണം, മക്കൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ചെറുപ്പക്കാരും മക്കൾ പറയും, അച്ഛൻ കട്ടിയിലൊന്ന് പറയണം, കാരണന്മാർ ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. എല്ലാവരെയും കേൾപ്പിക്കാൻ ഇഷ്ടം, സ്വയം സ്വീകരിക്കാൻ ബുദ്ധിമുട്ട്. ഈ മണിക്കൂറിൽ അച്ഛൻ ചിന്തകൾ പങ്കുവെക്കുമ്പോഴും ചെല്ലെങ്കിലും ഓർക്കും, ഇത് കേൾക്കേണ്ട ചില അവന്മാർ വന്നില്ലല്ലോ, ചില അവളുമാർ വന്നില്ലല്ലോ, നമുക്ക് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ ഇഷ്ടം. ഇപ്പം മാസ്ക് വെച്ചുകൊണ്ട് നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് അറിയാൻ പറ്റുമല്ല. കാരണം മാസ്ക് അനങ്ങുമ്പം ചിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു, ചീത്ത വിളിക്കുകയാണോ എന്ന് ചിന്തിക്കാതിരിക്കുക.
ഇപ്പം നമ്മുടെ മാസ്ക് ഉള്ളതുകൊണ്ട് ആരും മുഖഭാവം അറിയുകയില്ല. പക്ഷേ മാസ്ക് ഇല്ലാത്ത സമയത്ത് ധ്യാനം പ്രസംഗിക്കുമ്പം ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഇതെനിക്കുള്ള വകുപ്പൊന്നുമല്ല, വേറെ ആർക്കും ഉള്ളതാണ് ആ ചിന്ത. ഇതെനിക്കുള്ളതല്ല, ഇത് വേറെ ആർക്കും ഉള്ളതാ, ആ രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. ഒരു പള്ളിയിൽ ഒരച്ഛൻ പ്രസംഗിച്ചു, ശക്തമായ പ്രസംഗം. 15 മിനിറ്റ് ആയപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പതറാൻ തുടങ്ങി. അപ്പോൾ ശ്രദ്ധ പതറിയപ്പോൾ അച്ഛൻ അവിടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പ്രസംഗത്തിൻ്റെ ശൈലിയൊന്ന് മാറ്റി. നമുക്കറിയാം, പ്രസംഗമൊക്കെ എത്ര നല്ലതാണേലും ഒരു പരിധി വിട്ട് കഴിയുമ്പം നമ്മൾ മടുക്കും, ബോറടിക്കും, ക്ഷീണിക്കും. ചിക്കൻ കുനിയാടെ കാലഘട്ടത്തിൽ ഒരച്ഛൻ ഞായറാഴ്ച പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, വന്നപ്പോൾ ഒരു ചേട്ടനേ ഉള്ളൂ, ഞൊണ്ടി ഞൊണ്ടി പള്ളിയിൽ വന്നിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു, ചേട്ടാ ഒരാളെ ഉള്ളതുകൊണ്ട് ഇന്ന് സുവിശേഷ വായന കഴിഞ്ഞ് പ്രസംഗമില്ല, ശുശ്രൂഷ തുടരുകയാണ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, അതെന്താ? ഒരാളെ ഉള്ളതുകൊണ്ട് പ്രസംഗിക്കാൻ എനിക്കൊരു മൂഡ് തോന്നുന്നില്ല, അതുകൊണ്ട് ഇന്ന് പ്രസംഗമില്ല. ചേട്ടൻ പറഞ്ഞു, മര്യാദകൾ കാണിക്കരുത്. ഒരു കോഴിയെ ഉള്ളെന്നും പറഞ്ഞ് തവിട് കൊടുക്കാതിരിക്കുമോ? ഒരു ആടയെ ഉള്ളെന്നും പറഞ്ഞ് പ്ലാല കൊടുക്കാതിരിക്കുമോ? ഒരാത്മാവെ ഉള്ളെന്നും പറഞ്ഞ് വചനം കൊടുക്കാതിരിക്കുമോ? എൻ്റെ അവകാശമാണ് അച്ഛൻ പ്രസംഗിക്കണം. അച്ഛൻ ആവേശമായി, ഇങ്ങനെയുള്ള ആത്മാക്കളുണ്ടല്ലോ. സുവിശേഷ വായന കഴിഞ്ഞ് അച്ഛൻ അവനെ ഒറ്റയ്ക്കിരുത്തി 35 മിനിറ്റ് ഒറ്റ പ്രസംഗം. ഇയാളാകും അടുത്തുപോയി. കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ അച്ഛൻ ഇവൻ്റെ പുറകെ പോയിട്ട് പറഞ്ഞു, സഹോദര, പഠിപ്പിച്ച പാഠം ഒരിക്കലും മറക്കുകയില്ല. ഒരു കോഴിയുള്ളിലും തവിട് കൊടുക്കണം, ഒരാടയുള്ളിലും പ്ലാവല കൊടുക്കണം, ഒരാത്മാവുള്ളിലും വചനം കൊടുക്കണം. ഞാൻ ഒരിക്കലും ഒന്നും മറക്കുകയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പൊന്നച്ച പറഞ്ഞത് സത്യമാണ്, പക്ഷെ ദൈവം തമ്പുരാനോട് ഒരിക്കലും ഒരു കോഴിക്ക് ഒറ്റയ്ക്ക് ഒരു ബക്കറ്റ് തീറ്റ കൊടുത്തേക്കരുത്, കോഴി ചത്തുപോകും. നമുക്കത് നീളുമ്പം ഒരു മടുപ്പുണ്ട്, ക്ഷീണമുണ്ട്. ഇപ്പം ഒരച്ഛൻ ഞായറാഴ്ച തോറും പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കും. 20 മിനിറ്റാണ് അച്ഛൻ്റെ പ്രസംഗം. ഇപ്പം പ്രസംഗം ആൾക്കാർ 20 മിനിറ്റിനോട് നന്നായിട്ട് പൊരുത്തപ്പെട്ടു വന്നു. കാരണം അച്ഛൻ്റെ പ്രസംഗം ആൾക്കാർക്ക് ഇഷ്ടമാണ്. 2 വർഷം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച അച്ഛൻ പ്രസംഗിച്ചപ്പം 40 മിനിറ്റായിപ്പോയി. കത്തോലിക്ക പള്ളിയിലെ അച്ഛനാണ്. ഇപ്പം ആൾക്കാർ മടുത്തു. കുർബാന കഴിഞ്ഞ് ആൾക്കാർ പറഞ്ഞു, അച്ഛാ 40 ഒത്തിരിയാണ്, 20 ഓക്കെയാണ്, ഇത്രയും നീട്ടരുത്. അച്ഛൻ പറഞ്ഞു, മക്കളെ മനഃപൂർവ്വമല്ല, എനിക്ക് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരസുഖമുണ്ട്, ഉമിനീര് അങ്ങ് വരളും. അപ്പം ഞാൻ ഒരു ചെറിയ വെളുത്ത ലോഹ എൻ്റെ നാവിൻ്റെ കീഴെ ഇടും. ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മൈക്ക് അസ്വസ്ഥമാകുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പ്രസംഗം തുടങ്ങുമ്പം ഒരു ചെറിയ ഗുളിക എൻ്റെ നാവിൻ്റെ കീഴെ ഇടും. അത് അലുക്കുമ്പോൾ കൃത്യം 20 മിനിറ്റ് ഞാൻ പ്രസംഗം നിർത്തും. പക്ഷെ ഇന്നെന്നാ പറ്റി? ഇന്ന് ചെറിയ ഗുളികയാണെന്നോർത്ത് നാവിൻ്റെ കീഴെ ഇട്ടത് ലോഹയുടെ ബട്ടൺസ് ആയിരുന്നു. പിന്നെ കടിച്ചു പൊട്ടിച്ച് പ്രസംഗം അങ്ങ് തീർക്കുമായിരുന്നു. അപ്പം നീളുമ്പം മനുഷ്യന് മടുപ്പുണ്ട്, നീളുമ്പം ഒരു മടുപ്പുണ്ട്. ഇപ്പം ചില മനുഷ്യർ പ്രസംഗം കേൾക്കുമ്പോഴും ചില ഇരിപ്പ് കണ്ടാത്തൊന്നും ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഒരു ഞായറാഴ്ച ഒരു ധ്യാനഗുരുവായ അച്ഛൻ വന്ന് പ്രസംഗിച്ചു. 15 മിനിറ്റ് ആയപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പതറിപ്പോയി. ശ്രദ്ധ കിട്ടാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു, സത്യസത്യമായി ഞാൻ പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. ഇത് സത്യം. ഇത് കേട്ട പാടെ എല്ലാവരും തലകുനിച്ചു. ഏറ്റവും മുമ്പിൽ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചമാരും ചിരിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും അധികം താമസിയാതെ പോകാനുള്ള കക്ഷികളാണല്ലോ ഞങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും പുറകിൽ ചാരി ബെഞ്ചിൽ മുണ്ട് ചരച്ച് കുത്തി ബട്ടൺസ് വിടർത്തി ഞെളിഞ്ഞ ഒരു ഇരിപ്പ്. അച്ഛന് തോന്നി പറഞ്ഞത് പിടികിട്ടിയില്ല. അച്ഛൻ ഒന്നുകൂടെ ആവർത്തിച്ചു, സത്യമായി ഞാൻ പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. അവൻ ഒന്നുകൂടെ ഞെളിഞ്ഞിരുന്നു. കുർബാന കഴിഞ്ഞു അച്ഛൻ പുറത്തിറങ്ങി ആൾക്കാർ തലയും കുനിച്ചു പോവുക. ഇവൻ അച്ഛനെ കണ്ടപാടെ മുണ്ട് അല്പം കൂടെ പൊക്കി കൊത്തി ബട്ടൺസും വിടത്തി ഞെളിഞ്ഞൊരു പോക്ക്. അച്ഛൻ ചോദിച്ചു, സ്നേഹിത, ഞാൻ പറഞ്ഞില്ലേ അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാം മരിക്കും, നീ എന്താ ചിരിച്ചോണ്ട് പോകുന്നത്? അവൻ, അച്ഛാ, ഞാൻ ഈ ഇടവക്കാരനല്ല,
അടുത്ത പള്ളിയിൽ നിന്ന് കുർബാന കാണാൻ വന്നയാളാണ്, എന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ഇതെനിക്കുള്ളതല്ല വേറെ ആർക്കും ഉള്ളതാണ്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആനന്ദിക്കാൻ പറ്റുകയല്ല. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കണം. 1 ശ്രവിക്കണം, 2 സ്വീകരിക്കണം, 3 ധ്യാനിക്കണം. ബൈബിളിൽ ലൂക്കാ സുവിശേഷകൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്ക് സംഗ്രഹിച്ചു, യോഹന്നാൻ പറയുന്ന വാക്ക് ഓർത്തു, രണ്ടിൻ്റെ അർത്ഥം ധ്യാനിച്ചു. അമ്മ ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിച്ചു. ഇവിടെ നിന്നും ഈ സന്ദേശം കേട്ടിട്ട് കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുന്നവർ അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പോകണം. നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മകളിൽ ചിന്തകൾ പങ്കുവെക്കണം. ജീവിതത്തിൽ ആത്മീയ സത്തായി ഇതിനെ സൂക്ഷിക്കണം. പലപ്പോഴും തിരുനാളിന് പള്ളിയിൽ ഭയങ്കര ആൾക്കൂട്ടം, ബൈബിൾ കൺവെൻഷന് ആൾക്കൂട്ടം, പക്ഷേ ഞായറാഴ്ച കുർബാനയ്ക്ക് അത്ര ആൾ വരുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, കുർബാനയ്ക്കൊക്കെ ഒരു പള്ളിയിൽ ആൾ വരുന്നതാണ് ഇടവകയുടെ ശക്തി എന്ന് പറയുക. ഏതെങ്കിലും പ്രസംഗം കേൾക്കാൻ വരുന്നതല്ല, ധ്യാനം കൂടാൻ പോകുന്നതല്ല, തിരുനാൾ ആഘോഷിക്കുന്നതല്ല. സ്ഥിരം സൺഡേസിൽ വരുന്ന അറ്റൻഡൻസ് ഇടവകയുടെ ജീവനാണ്. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നവർ കുർബാനയ്ക്ക് ഊന്നൽ കൊടുക്കും. ഒരു പള്ളിയിൽ അണ്ണാൻ്റെ ഭയങ്കര ശല്യം. അണ്ണാൻ കയറ്റുവാ വെട്ടി, ചവിട്ടുമത്തെ വെട്ടി, ആൾത്താരവിരി വെട്ടാൻ തുടങ്ങി, കുർബാനക്കുപ്പായത്തിലും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പം പ്രായമുള്ള വികാരീശൻ ഇടവകയിലെ വിവിധ പ്രായക്കാരുടെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ 100 പേര് കൂടി അച്ഛൻ പറഞ്ഞു, അണ്ണാൻ്റെ ശല്യം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം പറയാൻ പറഞ്ഞു. കൊച്ചു കുട്ടികൾ പറഞ്ഞു, തെറ്റാലി തന്നാൽ മതി, തെറ്റി അണ്ണാനെ കൊന്നോളാം. ചെറുപ്പക്കാർ പറഞ്ഞു, എയർ ഗൺ ഉണ്ടെങ്കിൽ വെടിവെച്ച് കൊന്നോളാം. പ്രായമായവർ പറഞ്ഞു, വിഷം വെച്ച് അണ്ണാനെ കൊല്ലാം. 80 വയസ്സുള്ള ഒരച്ചായൻ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ ഇതുകൊണ്ടൊന്നും അണ്ണാൻ്റെ വരവ് നിൽക്കുകയല്ല. അണ്ണാൻ്റെ പള്ളിയിലുള്ള വരവ് നിൽക്കണമെങ്കിൽ ഒറ്റ പണിയേ ഉള്ളൂ, എല്ലാ അണ്ണാനെയും പിടിച്ച് മാമോദീസ മുക്കുക. പിന്നെ വർഷത്തിൽ 3 പ്രാവശ്യമേ അണ്ണാൻ പള്ളിയിൽ വരുള്ളൂ. ക്രിസ്മസ്, ദുഃഖവെള്ളി, ഉയർപ്പ്. അതുകൊണ്ടാണ് സഭയിൽ ഒരു കൂട്ടം ക്രിസ്ത്യാനികളുണ്ട്, ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ. അവരെ വിളിക്കുന്ന വാക്കാണ് ECG ക്രിസ്ത്യാനികൾ. 3 പ്രാവശ്യം പള്ളി വരും, ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ. അതാണ് ECG ക്രിസ്ത്യാനികൾ എന്ന് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ ദേവാലയത്തെ സ്നേഹിക്കും, ദൈവിക ശുശ്രൂഷകളെ സ്നേഹിക്കും, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കും, കുമ്പസാരത്തെ സ്നേഹിക്കും, കൂദാശകളെ നമ്മൾ സ്നേഹിക്കും. അപ്പോൾ 1 ശ്രവിച്ചു, 2 സ്വീകരിച്ചു, 3 ധ്യാനിച്ചു, 4 മാംസം ധരിച്ചു. ദൈവത്തിൻ്റെ വചനത്തെ മറിയം മാംസം ധരിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മാതാവിനെക്കുറിച്ച് ശ്രവിക്കുന്നു. അല്പം കൂടെ മരിയ ഭക്തിയിൽ നമ്മൾ വളരുമ്പോൾ വചനം മാംസം ധരിച്ചു. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ശ്രവിക്കുന്നു. അല്പം കൂടെ പ്രാർത്ഥിക്കുമ്പോൾ വചനം മാംസം ധരിച്ചു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ശ്രവിക്കുന്നു. അല്പം കൂടെ സജീവമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വചനം മാംസം ധരിച്ചു. അവിടെ ആനന്ദം. വചനത്തെ ശ്രവിക്കുക, വചനത്തെ സ്വീകരിക്കുക, വചനത്തെ ധ്യാനിക്കുക, വചനത്തെ മാംസം ധരിക്കുക. അവിടെ പരിശുദ്ധ അമ്മ ആനന്ദിക്കുന്ന അമ്മയായിട്ട് മാറി. ദൈവവചനത്തോട് മറിയം കൊടുത്ത വലിയ പ്രത്യുത്തരങ്ങൾ. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഒരാളെ ബഹിരാകാശത്തേക്ക് വിട്ടത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ഒരാളെ ബഹിരാകാശത്തേക്ക് പറഞ്ഞയച്ചു. 1980 രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശ പേടകത്തിലിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക ഫോണിലൂടെ രാകേഷിനോട് ചോദിച്ചു, ഹമാര ഭാരത് കൈസേ, നമ്മുടെ ഇന്ത്യയെ കണ്ടാൽ എങ്ങനെയുണ്ട്? രാകേഷ് ശർമ്മ പേടകത്തിൻ്റെ കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മാഡം ഹമാര ഭാരത് സാരേ ജഹാംസേ അച്ഛാ, ലോകത്ത് കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് നമ്മുടെ ഭാരതമാണ്. 2022 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ മാംസം ധരിക്കാൻ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമുണ്ട്. ശുദ്ധിയും വെളുപ്പും വെണ്മയുമുള്ള ഒരു സ്ത്രീ ഉണ്ടോ നോക്കുക. ഗബ്രിയേൽ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്നു നോക്കി. നസ്രത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നിത്യകന്യയായ മറിയാമിനെ കണ്ടു.
മറിയത്തെ നോക്കിയിട്ട് ഗബ്രിയേൽ മാലാഖ ദൈവത്തോട് പറഞ്ഞു കാണും, മേരി സാരേ ജഹാംസേ അച്ഛാം, ഇത്രയും നല്ലൊരു പെണ്ണ് ഈ ഭൂമിയിലില്ല. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ മംഗളവാർത്ത, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആദ്യത്തെ മംഗളവാർത്ത. നന്മ നിറഞ്ഞവളായ പരിശുദ്ധ മറിയം, ഈ അമ്മ ആനന്ദിച്ച മറിയമാണ്. അമ്മ ആനന്ദിക്കാനുണ്ടായ 5 കാരണങ്ങൾ ലൂക്കാ സുവിശേഷകൻ അക്കമിട്ട് പഠിപ്പിക്കുന്നു. പരിശുദ്ധയമ്മ ആനന്ദിക്കാനുണ്ടായ 5 കാരണങ്ങൾ ലൂക്കാ സുവിശേഷകൻ അക്കമിട്ട് പഠിപ്പിക്കുന്നു. 1, ദൈവം തൊട്ട ജീവിതം, നിത്യതയുടെ സ്പർശനമേറ്റ ജീവിതം. മംഗളവാർത്ത ഗബ്രിയേൽ മുഴക്കിയപ്പോൾ നിത്യത നശ്വരതയെ തൊട്ടു, സ്വർഗം ഭൂമിയെ തൊട്ടു. ദൈവം തൊട്ട ജീവിതം, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. അത് ആനന്ദിക്കണോ? ദൈവം നമ്മളെ തൊടണം. മംഗളവാർത്ത ദൈവത്തിൽ നിന്നും ഗബ്രിയേൽ മാലാഖ മറിയത്തിന് കൊടുത്തപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. ആ നിമിഷത്തിൽ സ്വർഗം ഭൂമിയെ തൊട്ടു, നിത്യത നശ്വരതയെ തൊട്ടു, ദൈവം മർത്യമായ ശരീരത്തെ തൊട്ടു. ആ നിമിഷത്തിൽ ആനന്ദം ആരംഭിച്ചു. ജീവിതത്തിൽ ആനന്ദിക്കണോ? ദൈവത്തിന് തൊടാനായിട്ട് ജീവിതം വിട്ടുകൊടുക്കണം. ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മളെ തൊടും. വിശുദ്ധ കുമ്പസാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ തൊടും. വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം നമ്മളെ തൊടും. ആത്മീയ ഗീതങ്ങൾ ആലപിക്കുമ്പോൾ ദൈവം നമ്മളെ തൊടും. സന്ധ്യയ്ക്ക് ഒരുമിച്ച് കുടുംബം സന്ധ്യാനമസ്കാരം നടത്തുമ്പോൾ ദൈവം നമ്മളെ തൊടും. ദൈവത്തിന് തൊടുവാനായി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെച്ച് കൊടുക്കണം. ദൈവം തൊടുന്നവർക്ക് ജീവിതത്തിൽ ആനന്ദമേ ഉള്ളൂ. തമ്പുരാൻ തൊട്ടില്ലെങ്കിൽ ആനന്ദമില്ല. ദൈവം തൊട്ടോ എന്തു വന്നാലും ആനന്ദം. അങ്ങനെയുള്ളവർക്കറിയാം, എല്ലാം കടന്നു പോകും. സന്തോഷം കടന്നു പോകും, സങ്കടം കടന്നു പോകും, കണ്ണുനീര് കടന്നു പോകും, പുഞ്ചിരി കടന്നു പോകും, ആരോഗ്യം കടന്നു പോകും, രോഗം കടന്നു പോകും, സൽപ്പേര് കടന്നു പോകും, ദുഷ്പേര് കടന്നു പോകും, വീഴ്ചകൾ കടന്നു പോകും, വിജയങ്ങൾ കടന്നു പോകും. ഒന്നും ശാശ്വതമല്ല, ഒന്നും ശാശ്വതമല്ല. മാതാവിനറിയാം, ഒന്നും ശാശ്വതമല്ല, എല്ലാം കടന്നു പോകും. നമ്മൾ ആരാ ഈ ഭൂമിയിൽ? ഉൽപ്പത്തി 2:15. ആദം ഹവ്വ, നിങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്, ഉടമസ്ഥരല്ല. ആദം ഹവ്വ, നിങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാ. ആ തിരിച്ചറിവ് മറിയത്തിനുണ്ട്. ആ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ ആനന്ദിക്കും. ഇവിടെയുള്ള വീടിൻ്റെ ഉടമസ്ഥരല്ല നിങ്ങൾ. ഏതാനും വർഷങ്ങൾ വീടിന് കാവലിരുന്നിട്ട് ഇവിടുത്തെ കല്ലറയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും. എൻ്റെ ഭർത്താവിൻ്റെ സ്വന്തമല്ല. 7, 8 പതിറ്റാണ്ട് സൂക്ഷിച്ചിട്ട് ആ ഭർത്താവിനെ ഞാൻ യാത്രയാക്കും. 7, 8 പതിറ്റാണ്ട് സൂക്ഷിച്ചിട്ട് എൻ്റെ ഭാര്യയെ ഞാൻ യാത്രയാക്കും. പ്രായപൂർത്തി വരെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഞാൻ യാത്രയാക്കും. നമ്മൾ വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം, ഒന്നിൻ്റെ ഉടമസ്ഥരല്ല. അങ്ങനെയാണെങ്കിൽ പിടിവാശികളില്ല, വൈരാഗ്യങ്ങളില്ല, പിണക്കങ്ങളില്ല, അസ്വസ്ഥതകളില്ല. എല്ലാം കടന്നു പോകുമെങ്കിൽ എന്തിനു മസിൽ പിടിക്കണം? എല്ലാം കടന്നു പോകുന്നെങ്കിൽ എന്തിനു വൈരാഗ്യം വെക്കണം? എല്ലാം കടന്നു പോകുമെങ്കിൽ എന്തിനു വാശി പിടിക്കണം? നമ്മളൊക്കെ ആരാ? നമ്മൾ വെറുതെ കടന്നു പോകുന്നവർ. ഈ പള്ളിയിൽ നിന്നും നമ്മൾ ദേവാലയത്തിൽ നിന്നും നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ചില സ്ത്രീകളൊക്കെ പോകുന്ന കണ്ടാൽ തോന്നും, നല്ല ഗെറ്റപ്പിൽ പോകുന്ന കണ്ടാൽ തോന്നും, ഇവളാണ് ഗബ്രിയേൽ മാലാഖയുടെ ഇളയ പെങ്ങൾ. ആ പരുവത്തിൽ പോകുമ്പം കാറേ കയറുമ്പോൾ കുറേ പുഴുക്കൾ നമ്മളെ നോക്കി ചിരിക്കുന്നു. എന്നാ പറഞ്ഞുകൊണ്ടാ? എൻ്റെ നാളത്തെ പലഹാരങ്ങൾ കാറേ പോണ പോക്ക് കണ്ടില്ലേ? ഇത്രയുള്ള നമ്മുടെയൊക്കെ ജീവിതം, എൻ്റെയും നിങ്ങളുടെയും ജീവിതം വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം. അപ്പം ആ ജീവിതത്തിൽ വാശിയോ വൈരാഗ്യമോ പിണക്കമോ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാനില്ലല്ലോ. ഒരു മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും 1 മാസമായി പിണങ്ങിയിരിക്കുക. മറിയാമ്മ ചേട്ടത്തി ഞായറാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. ആ സമയം മത്തായി ചേട്ടൻ പ്ലാവിൽ കയറി ചക്കയിട്ടു. ചക്ക വീണ കൂട്ടത്തിൽ പ്ലാവിൻ്റെ കൊമ്പിടിഞ്ഞ്
ചക്കക്കൊപ്പം മത്തായി ചേട്ടനും താഴെ വീണു. കാലുളുക്കി തൊലി പൊട്ടി ആകപ്പാടെ നൊമ്പരം. ആൾക്കാർ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പള്ളി വന്ന് പറഞ്ഞു, മറിയാമ്മേ, കെട്ടിയവൻ മത്തായി പ്ലാവേന്ന് വീണു, ചതഞ്ഞ് പരിക്കേറ്റ ആശുപത്രിയില്ല. പിണക്കവും അരിയാകിയാണേലും ഇവളും കാറിക്കൊണ്ട് ആശുപത്രി ചെന്നപ്പോൾ മത്തായി ചേട്ടൻ വേദന കൊണ്ട് പൊളയുക. മരുന്ന് പുരട്ടി ഇഞ്ചക്ഷൻ കൊടുത്തു. വേദന ശമിച്ചു. മത്തായിച്ചൻ എഴുന്നേറ്റിരുന്ന് സാവധാനം ചിരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഈ സ്ത്രീ പിന്നെയും കരയുക. ആൾക്കാർ പറഞ്ഞു, എന്തിനാ കരയുന്നത്? വേദന പോയല്ലോ. ഇയാൾ ചിരിക്കുന്ന കണ്ടില്ലേ, നീ എന്തിനാ കരയുന്നത്? ഉടനെ മറിയാമ്മ ചേട്ടത്തി പറഞ്ഞു, വേദന പോയെന്ന് പറഞ്ഞാലും പ്ലാവേന്ന് വീഴുന്നത് കാണാൻ പറ്റിയില്ലല്ലോ, അതിന് സങ്കടമാണ്. ചിലപ്പം ജീവിതത്തിൽ ഈ വാശി, ഈ വൈരാഗ്യം, വെറുപ്പ്, ദൈവം തൊടുമ്പോൾ പിണക്കം പോയി, വൈരാഗ്യം പോയി, വെറുപ്പ് പോയി, വിദ്വേഷം പോയി. ഒരു തിരിച്ചറിവിലേക്ക് വരും, എൻ്റെ മകൻ്റെ കാവൽക്കാരി മാത്രമാ ഞാൻ. യോസേപ്പ് പിതാവിന് തിരിച്ചറിവറിയാ, ഈ പുത്രൻ്റെ കാവൽക്കാരനാ. നമ്മുടെ തിരിച്ചറിവ് ഏതാനും കാലങ്ങളുടെ കാവൽക്കാരന് മാത്രം. ഞങ്ങൾ കത്തോലിക്ക സഭയിലെ ഒരു പ്രത്യേക ദേറാ സമൂഹമാണ്, ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സന്യാസ സമൂഹം. ഞങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ജീവിതക്രമം, വളരെ മിനിമമായ വരുമാന വഴികൾ, അതാണ് സഭയുടെ സംവിധാനം. ഇപ്പം ഞങ്ങളോട് പറയാറുണ്ട്, സെമിനാരിൽ അച്ഛനാകം ചേരുന്ന കാലം മുതൽ 2 കാര്യങ്ങൾ സ്വയം ചെയ്തു പഠിച്ചോണം, ആരെയും ഏൽപ്പിക്കരുത്. 1, മുടി ബാർബറെ കൊണ്ട് വെട്ടിപ്പിക്കരുത്, ഞങ്ങൾ തമ്മി വെട്ടണം. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിലെ എല്ലാ അച്ഛന്മാർക്കും മുടിവെട്ടിൽ ഡബിൾ ഡോക്ടറേറ്റും ട്രിപ്പിൾ PhD-യുമാണ്. ഞാൻ 1980 സെമിനാരിൽ ചേർന്നു. 2-ാം ദിവസം സുപ്പീരിയർ അച്ഛൻ ചീപ്പും കത്രിക എന്നുകൊണ്ട് പറഞ്ഞു, മോനെ വെട്ടിപ്പടിച്ചോ, കുലത്തൊഴിലാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് എൻ്റെ തലയിലെ മുടിയാണ് സഭാംഗങ്ങൾ പലരും വെട്ടി പഠിച്ചത്. കാരണം ഇതിൽ ഏത് കുറ വീണാലും ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുകയില്ല. എൻ്റെ കൂടെ പ്രായമുള്ള അച്ഛനുണ്ട്. അച്ഛനായ കാലം മുതൽ മിസോറാമിലെ ഐസോളിലെ മിഷണറി ആയിരുന്നു. ഇപ്പം തിരിച്ചു വന്നു, 80 വയസ്സ് പ്രായമുണ്ട്. അച്ഛൻ ബാർബറെ കൊണ്ടേ വെട്ടിപ്പിക്കുകയുള്ളൂ, അങ്ങനെ പരിചയിച്ചു പോയി. തലയിൽ 4, 3, 7 മുടിയേ ഉള്ളൂ. ഈ അച്ഛനെയും കൊണ്ട് ബാർബർ ഷാപ്പിൽ മുടി വെട്ടിക്കാൻ ചെന്നു. 70 രൂപ അവിടുത്തെ ചാർജ്. മുടിയില്ലാത്ത അച്ഛൻ്റെ മുടി വെട്ടാൻ വേണ്ടി ബാർബർ 80 രൂപ മേടിച്ചു. ഞാൻ പറഞ്ഞു, എന്തൊരു മര്യാദ കേടാ, 70 ഉള്ളൂ. ബാർബർ പറഞ്ഞു, സോറി അച്ഛ, ഈ അച്ഛൻ്റെ മുടി കണ്ടുപിടിക്കാൻ 10 രൂപ, വെട്ടാനായിട്ട് 70 രൂപ. അപ്പം മുടി വെട്ട് പരസ്പരം നമ്മൾ ചെയ്യുക എന്നുള്ള രീതി. ഇപ്പം നമ്മൾ ഏറ്റവും താഴ്ന്ന ജോലികൾ, ഏറ്റവും താഴ്ന്ന പണി ചെയ്യണം ഈ ഭൂമിയിൽ കാവൽക്കാർ. 2ാമത് പറയും, തുണി അലക്കുകാരനെ കൊണ്ട് അലക്കിപ്പിക്കരുത്. തുണി ഞങ്ങൾ സ്വയം അലക്കണം. പ്രായമുള്ള അച്ഛന്മാരുടെ തുണി ചെറുപ്പക്കാർ അലക്കി കൊടുക്കണം, ഞങ്ങൾ സ്വയം തുണി അലക്കണം. എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തുണി അലക്കാണ്. അലക്കാനൊരു വെളുക്കത്തുമില്ല, ഒരം കഴിച്ചു പൊട്ടുന്ന ഭയങ്കരമായ നൊമ്പരമുണ്ട്. ഒരു ചേട്ടൻ കുറേ നാൾ മുമ്പ് ചോദിച്ചു, ജോസഫ് അച്ഛന് അച്ഛനായി കഴിഞ്ഞ് എന്നേലും പെണ്ണ് കെട്ടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്. അച്ഛന് വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, സത്യം പറയാമല്ലോ, 3 മാസം മുമ്പ് ഒരു ദിവസം 5-6 പ്രാവശ്യം ഇന്ന് തന്നെ പെണ്ണ് കെട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. അതെന്താ? തുണി അലക്കി എൻ്റെ വലതുകയുടെ ഒരം പറഞ്ഞു പോകുന്ന നൊമ്പരം വന്നപ്പം ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനല്ലോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. ആ ചേട്ടൻ പറഞ്ഞു, പൊന്നി യോസഫ് അച്ഛാ, ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിച്ചേക്കരുത്. ഞാൻ ചെയ്തെന്താ? എൻ്റെ അച്ഛോ, എൻ്റെ പെമ്പർനോത്തി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെ കൊണ്ട് അച്ഛാ അലക്കിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ എവിടെയാണോ, ഇപ്പം ജീവിതത്തിൽ വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം. ഞാൻ അങ്ങനെ വരുമ്പം ഒരു 2-3 മാസം കൂടുമ്പോൾ ചില ഞായറാഴ്ചകളിൽ കുർബാനയൊക്കെ കഴിയുമ്പം ഉച്ചയാകുമ്പം പള്ളിയിൽ നിന്നും അധികം ദൂരത്തല്ലാതെ ഒരു അലക്കുകാരൻ പത്മനാഭനുണ്ട്. പത്മനാഭനെ വിളിച്ചിട്ട് എൻ്റെ 2 പാൻസും 2 ഷർട്ടും അലക്കാൻ കൊടുക്കും. അവൻ പറയും, അച്ഛാ നല്ല തിരക്കാണ്, ഇന്ന് ഞായർ, വെള്ളിയാഴ്ച തന്നാൽ മതിയോ? വെള്ളിയെങ്കിൽ വെള്ളി എന്നും പറഞ്ഞ് 2 പാൻസും 2 ഷർട്ടും അവനെ ഏൽപ്പിക്കും. ഈ പത്മനാഭൻ അന്ന് ഉച്ച കഴിഞ്ഞ്
പുഴുങ്ങി അലക്കി പശമുക്കി ഉണക്കി ടിപ്പ് ടോപ്പായിട്ട് തേച്ചെടുക്കും. ഞാനിത് അറിയുകയല്ല. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവനിത് 25 രൂപ വാടകയ്ക്ക് ചില ആൾക്കാർക്ക് ഇടാൻ കൊടുക്കുകയും ചിലപ്പോൾ അവൻ തന്നെ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യും. ഓർക്കാപ്പുറത്ത് വഴി വെച്ച് കാണുമ്പോൾ അലക്കുകാരൻ പത്മനാഭൻ തൻ്റെ വാൻസും എൻ്റെ ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുന്നു. കേൾക്കുമ്പം ചിരി വരും. പക്ഷേ അലക്കുകാരൻ പത്മനാഭനും നിങ്ങളും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അലക്കാൻ കൊടുത്ത തുണി 3 നാൾ അവൻ്റേതാണെന്നും പറഞ്ഞ് അവൻ കയ്യിൽ മുറുകെ പിടിക്കുന്നു. തന്ന വീട് ഒരു 6-7 പതിറ്റാണ്ട് നമ്മുടേതാണെന്ന് മുറുകെ പിടിച്ചിട്ട് അലക്കുകാരൻ തുണി തരുന്നത് പോലെ തിരിച്ചു കൊടുത്തിട്ട് പോകണം. ഈ ഭൂമിയിൽ സൂക്ഷിപ്പുകാരും വാടകക്കാരും മാത്രം നമ്മൾ. ഇതാണ് ദൈവം തൊട്ടവരുടെ തിരിച്ചറിവ്. ഒന്നും ശാശ്വതമല്ല, എല്ലാം കടന്നുപോകും, നിത്യമായി ഒന്നുമില്ല. ആ തിരിച്ചറിവ് അമ്മയെ ആനന്ദിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകൻ T.L. മൂഡി, അദ്ദേഹം വിദൂരസ്ഥമായ ആഫ്രിക്കയിൽ ചെന്ന് വർഷങ്ങളോളം സുവിശേഷം പ്രസംഗിച്ചു. 1000 ക്രിസ്തുവിന് വേണ്ടി നേടി. അവസാനം അദ്ദേഹം 5 വർഷങ്ങൾ കഴിഞ്ഞ് കപ്പലിൽ ഇംഗ്ലണ്ടിൽ ലിവർപൂളിലേക്ക് തിരിച്ചു പോരുന്ന വഴിക്ക് ഒരുപാട് സഹയാത്രക്കാർ വെടി പറഞ്ഞ് സ്വറ പറഞ്ഞ് കഥ പറഞ്ഞ് വണ്ടിക്കകത്ത് ഇട്ട് ഈ കപ്പലിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ഓർത്തു, ലിവർപൂളിൽ ഞാൻ ചെന്ന് കപ്പലിറങ്ങുമ്പോൾ എന്നെ സ്വീകരിക്കാൻ എൻ്റെ വീട്ടുകാരവിടെ കാത്തു നിൽക്കും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. വന്നപ്പോൾ ആരും കാത്തു നിൽക്കാനില്ല. ലിവർപൂളിലെ തുറമുഖത്ത് കപ്പലിലിറങ്ങിയ ഈ T.L. മൂഡി മുട്ടുകുത്തി കൈവിരിച്ച് നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നൊരു വാക്കുണ്ട്: ക്രിസ്തുവേ, നിനക്ക് വേണ്ടി 1000 നേടി, നിന്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർത്ത് ഞാൻ തിരിച്ച് എൻ്റെ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ, എൻ്റെ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ എന്നെ കാത്തു നിൽക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. പെട്ടെന്ന് ഒരശരീരം മുഴങ്ങി, അല്ലയോ മൂഢനായ മനുഷ്യ, ആരാ നിന്നോട് പറഞ്ഞത് നിന്നെ സ്വന്തം ദേശത്തെത്തിയെന്ന്, സ്വന്തം വീട്ടിലെത്തിയെന്ന്? നീ എത്തിയിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഒരു ദിവസം നീ നിന്റെ സ്വന്തം വീട്ടിലെത്തും. അവിടെ ക്രിസ്തുവും അവൻ്റെ കോടാനുകൂടി മാലാഖമാരും കാത്തു നിൽക്കും. നീ എത്തിയിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഒരു ദിവസം നീ നിന്റെ സ്വന്തം വീട്ടിലെത്തും. അവിടെ ക്രിസ്തുവും അവൻ്റെ കോടാനുകൂടി മാലാഖമാരും കാത്തു നിൽക്കും. ഇതാണ് ദൈവം തൊട്ടവരുടെ ഉറപ്പ്. അച്ഛന്മാർ ഏതാനും വർഷം കഴിഞ്ഞ് പള്ളി മാറിപ്പോവും, ഏതാനും വർഷം കഴിഞ്ഞ് മാറിപ്പോവും, ഏതാനും നാൾ കഴിഞ്ഞ് ഓരോരുത്തരും നാട്ടിൽ നിന്നും മറഞ്ഞു പോകും. ഇന്ന് ശരീരത്തിൽ ജീവിക്കുന്ന ചില ആൾക്കാർ അടുത്ത പെരുന്നാളിന് ഓർമ്മയിൽ ജീവിക്കുന്നവരായിട്ട് മാറും. ഈ ഉറപ്പാണ് ദൈവം തൊടുമ്പോൾ ദൈവം തൊടുന്നവർക്ക് ആനന്ദം കൊണ്ടാണ് പറയുക, മനുഷ്യൻ്റെ ജീവിതം വളരെ പെട്ടെന്ന് കടന്നു പോകും. നമ്മുടെയൊക്കെ ജീവിതം പെട്ടെന്ന് കടന്നു പോകും. 2022 ആരംഭിച്ചിട്ട് 1 മാസം ഇതാ പൂർത്തിയാവുകയാണ്. 12 മാസങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. മണിക്കൂറുകൾ, നിമിഷങ്ങൾ കടന്നു പോകും. അതുകൊണ്ടാണ് ആത്മീയ ചിന്തകന്മാർ മനുഷ്യൻ്റെ ആയുസ്സിനെ 10 കാലങ്ങളായി കുറിക്കും. ആത്മീയ ആചാര്യന്മാരും തത്വവിചാരമുള്ളവരും മനുഷ്യൻ്റെ ആയുസ്സിനെ 10 കാലങ്ങളായി മുറിക്കും. അവർ പറയും, കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, വെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. പെട്ടെന്ന് കടന്നു പോകും ഓരോ 10 വർഷവും. കുളി 1. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കുളിച്ചുകൊണ്ടിരിക്കുക. ഏത് വെള്ളം കിട്ടിയാലും കോരി കുളിക്കുക. കലക്കവെള്ളം, കഞ്ഞിവെള്ളം, കാടിവെള്ളം, ഓസിലെ വെള്ളം, ഓടയിലെ വെള്ളം, ഓലിയിലെ വെള്ളം, എന്ത് കിട്ടിയാലും കോരി കുളിക്കുക. വയറെ സോപ്പ് തേച്ച് പതയ്ക്കുക. ഈ ഭൂമിയിൽ സ്വർഗത്തിന് മുന്നാസ്വാദനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. ചില കൊച്ചുപിള്ളേരെ കാണാം, ഒരു സാമ്പിൾ സോപ്പ് തീരുന്നത് വരെ അവരിങ്ങനെ വയറെ പതച്ചുകൊണ്ടിരിക്കും. മുതിർന്ന ആൾക്കാരും ഏറ്റവും ആസ്വദിക്കുന്നത് ഷവറിന് കീഴിൽ നിന്ന് വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. മൂളിപ്പാട്ടുകൾ മസ്ത് മസ്ത് ഹേ, മുസ്തഫ മുസ്തഫ ഇവിടെ തിരുമ്പുമ്പോഴാണ്. ഇപ്പോൾ കുളി 1, കളി 10. 10 വയസ്സ് കഴിഞ്ഞോ പിന്നെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ ഓടുന്ന കാലം. കുളി 1, കളി 10. എന്ത് 20. 20 വയസ്സാകുമ്പോൾ ചോദ്യം ചെയ്യും, എന്നാ പള്ളി, എന്നാ പട്ടക്കാർ, എന്നാ കുർബാനയാ, എന്നാ പ്രാർത്ഥനയാ, എന്നാ കൂതാശയാ.
ചോദ്യം ചെയ്യും, എന്ത് 20? മുറി 30. 30 വയസ്സായോ? വെട്ടൊന്ന്, മുറി 2. ഞാനും എൻ്റെ ഭർത്താവും പറയും, ഞാനും എൻ്റെ ഭാര്യയും പറയും, ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഞങ്ങൾ പറയും കേട്ടോണ്ടാ മതി, മുറി 30. നെറി 40. നെറിവ്, നേരിനെക്കുറിച്ചുള്ള ചിന്ത 40 കഴിയുമ്പോഴാണ്. 40 കഴിയുമ്പോൾ ദേഹത്തിൻ്റെ ഇളക്കം ഒന്ന് കുറയും, രക്തത്തിൻ്റെ തിളപ്പ് ഒന്നയയും, ഭാര്യ ഭർത്താവിനെ ഒതുക്കും, ഭർത്താവ് ഭാര്യയെ ഒന്ന് അമക്കും, മക്കൾ മാതാപിതാക്കളെ ഇരുത്തും. നെറി 40. വെറി 50. വെറിവ്, വിവരം വെക്കുന്നത് 50 കഴിയുമ്പോഴാണ്. 50 കഴിയുമ്പോൾ ദൈവമേ ആയുസിൻ്റെ പകുതി കഴിഞ്ഞു, ഇത്രയും കാലമില്ലല്ലോ, ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം, ഒരു വീണ്ടും വിചാരം. വെറി 50. ചൊറി 60. 60 കഴിയുമ്പോഴാണ് ഒരു കാര്യമില്ലാതെ കാരണവന്മാർ മക്കളോടും മക്കളുടെ മക്കളോടും വെറുതെ ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങും. ചൊറി 60. തെറി 70. 70 കുഞ്ഞുനാളിൽ മറന്ന് പഠിച്ചതും പിന്നെ മറന്നതുമായ കൊച്ചു കൊച്ചു തെറി നാക്ക് തേടി വരും. ചിരി 80. 80 അറിയാം സീസൺ 4 കഴിഞ്ഞു, സീസൺ 5 ആരംഭിക്കുന്നു, അറിയാതെ ഡേഞ്ചറസ് സോണാണ്, എക്സിറ്റിന് സാധ്യതയുണ്ട്, ഇനി പറഞ്ഞാൽ കേൾക്കില്ലെന്നറിയാം. പിന്നെ എല്ലാം കാണുക, ചിരിക്കുക, പോയി മര്യാദയ്ക്ക് കുത്തിയിരിക്കുക. ചിരി 80. കുഴി 90. 90 വയസ്സായ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പം നമ്മൾ മാറി മാറി മരിച്ചുകൊണ്ടിരിക്കുന്നു, കാലങ്ങൾ കടന്നു പോകുന്നു. ഇപ്പം ദൈവം തൊട്ടവർക്കറിയാം എല്ലാം വേഗത്തിൽ കടന്നു പോകും, ഒപ്പം ദൈവം തൊടുന്നവർക്ക് ഒരു ഉത്തരം കൂടെ ലഭിക്കും. ഇതാണ് പരിശുദ്ധ അമ്മയെ ആനന്ദിപ്പിച്ചത്. അമ്മയെ ദൈവം തൊട്ടപ്പോൾ അമ്മയ്ക്കൊരു ഉത്തരം കിട്ടി. ലോകത്തിൽ മനുഷ്യൻ ഒരുപാട് ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു. അബ്രഹാം പറഞ്ഞു, ഞാൻ വൃദ്ധനല്ലേ, ഇനി അപ്പനാകാൻ പറ്റുമോ? സാറാ പറഞ്ഞു, ഞാൻ പ്രായം കവിഞ്ഞവളല്ലേ, അമ്മയാകാൻ പറ്റുമോ? മോശ പറഞ്ഞു, ഞാൻ വിക്കനല്ലേ, വിമോചനാകാൻ പറ്റുമോ? യേശയ്യാ പറഞ്ഞു, അശുദ്ധമായ അധരങ്ങളുള്ളവനല്ലേ, എനിക്ക് പ്രവാചകനാകാൻ പറ്റുമോ? സക്കറിയ പറഞ്ഞു, വാർദ്ധക്യത്തിലല്ലേ പിതാവാകുമോ? ഭാര്യ പറയുന്നുണ്ട്, എലിസബത്ത് പറയുന്നു, ഞാൻ വന്ധ്യയല്ലേ. മറിയം പറഞ്ഞു, കന്യകയല്ലേ. എല്ലാവർക്കും ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം മറിയത്തിന് കിട്ടി. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇതാണ് ആനന്ദം. നിങ്ങളും പറയും, ഈ രാത്രിയിൽ 25 ലക്ഷത്തിൻ്റെ കടബാധ്യതയുണ്ട്, എങ്ങനെ വീടും? നാളുകളായി ചികിത്സിക്കുന്ന രോഗമുണ്ട്, ഇത് തീരുവോ? തോരാത്ത കണ്ണുനീരിന് ശമനമുണ്ടോ? തീരാത്ത ദുഃഖത്തിൻ്റെ അന്ത്യമുണ്ടോ? വന്നുപോയ തകർച്ചയ്ക്കൊരു വിടുതലുണ്ടോ? അങ്ങനെയുള്ള ഓരോരുത്തരോടും ഈ രാത്രിയിൽ മറിയത്തോട് പറഞ്ഞ വചനം ദൈവത്തിന്റെ ദൂതൻ പറയും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ മേൽ വന്ന് നിറയും. മനുഷ്യ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരു മനുഷ്യൻ ബെൽത്തങ്ങാടിയിൽ നിന്നും ധ്യാനം കൂടാൻ വന്നു. 9 ഏക്കർ സ്ഥലമുണ്ട്, 25 ലക്ഷം രൂപ കടമുണ്ട്. 9 ഏക്കർ സ്ഥലമുണ്ട്, 25 ലക്ഷം കടമുണ്ട്. ഉൾപ്രദേശത്ത് ചെളിപ്പാടം പിടിച്ച സ്ഥലമാണ്. 9 ഏക്കർ വിറ്റാലും കിട്ടുന്നത് 18 ലക്ഷമേ ഉള്ളൂ. മനസ്സ് നീറി 5 ദിവസം പ്രാർത്ഥിക്കാം. പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ട് ഒരു വല്യച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു, സുവിശേഷം വായിച്ച് മോൻ പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി, 3 മാസത്തിനുള്ളിൽ പരിഹാരം വരും. ബുദ്ധി കൊണ്ട് ഉത്തരവില്ലല്ലോ, വെറുതെ അവർക്ക് 3 മാസത്തിനുള്ളിൽ ഉത്തരം കിട്ടും. ഈ മനുഷ്യൻ ചെന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ കർണാടക സർക്കാർ ജലസേചന പദ്ധതിക്ക് വേണ്ടി ഈ വെള്ളമുള്ള പാടശേഖരമുള്ള സ്ഥലം തേടി. അത് മുഖവിലയിട്ടത് 5 ലക്ഷം രൂപ. 5 ഏക്കർ വിറ്റ് 90 ദിവസത്തിനുള്ളിൽ ഈ മനുഷ്യൻ്റെ കടം വീടി. പിന്നെയും 4 ഏക്കർ സ്ഥലം കയ്യിൽ ബാക്കിയുണ്ട്. ഇതാണ് പറയുക, മനുഷ്യ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ചിന്ത വരുമ്പോൾ ആനന്ദിക്കും. ഇപ്പം അമ്മ ആനന്ദിച്ചു, ദൈവം തൊട്ടപ്പോൾ അമ്മ ആനന്ദിച്ചു. ലൂക്കാസ് വിശേഷൻ പറയും, 2ാമത്തെ കാര്യം, അമ്മ ആനന്ദിച്ചതിൻ്റെ 2ാമത്തെ കാരണം ജീവകാരുണ്യ പരസ്നേഹ പ്രവൃത്തികളുടെ അമ്മ.
പരസ്നേഹ പ്രവൃത്തികൾ, ജീവകാരുണ്യ പ്രവൃത്തികൾ അമ്മ ചെയ്തു. ലൂക്ക 1:39 മുതൽ 45 വരെ വാക്യങ്ങൾ. ലൂക്കോസ് 1:39 മുതൽ 45 വരെ വാക്യങ്ങൾ. ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം മറിയത്തെ തൊട്ടപ്പോൾ ആ മറിയം ഓട്ടം ആരംഭിച്ചു. യൂദയായുടെ മലമ്പ്രദേശത്തുള്ള ചാർച്ചക്കാരി എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. ദൈവം തൊട്ടവരുടെ ആനന്ദം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നതിലാണ്. ജീവകാരുണ്യ പ്രവൃത്തികൾ, പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ദൈവം കൊടുക്കുന്ന ആനന്ദമുണ്ട്. മറിയത്തെ ദൈവം തൊട്ടപ്പോൾ മറിയം ആനന്ദിച്ചത് ഇളയമ്മയ്ക്ക് നന്മ ചെയ്യാൻ പോയപ്പോഴാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പാവപ്പെട്ട അറ്റൻഡർ PU തോമസിനെ ദൈവം തൊട്ടപ്പോൾ അദ്ദേഹം 10,000 കൂടെ അഭയമായ നവജീവൻ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. നമ്മുടെയൊക്കെ സഭകളിൽ ദൈവം തൊടുന്നവർ സഭയായോ വ്യക്തിപരമായോ ട്രസ്റ്റായോ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. അത് ആനന്ദം തരും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനം, എൻ്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. രോഗമായി പ്രായമായി നമ്മളൊക്കെ കിടക്കും. ദൈവം 6 ദിവസം പ്രവർത്തിച്ചതിന് ശേഷം 7-ാം ദിവസം വിശ്രമത്തിൻ്റെ സാപത്ത് ആഘോഷിച്ചു. ഇതുപോലെ 7 പതിറ്റാണ്ട് കാലം അധ്വാനിച്ചിട്ട് ഒരു 80-ാം വയസ്സിൽ ജീവിതത്തിൻ്റെ സാപത്തിലേക്ക് നിങ്ങളും ഞാനും കിടക്കും. അങ്ങനെ കട്ടിലിൽ ക്ഷീണിച്ച് കിടക്കുമ്പോൾ നമ്മളെ ആനന്ദിപ്പിക്കുന്നത് ആയ കാലത്ത് പണിത പെരയുടെ മുഴുപ്പല്ല, ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്ത സാരിയുടെ തിളക്കമല്ല, മക്കളെ പഠിപ്പിച്ച ഡിഗ്രിയല്ല. മരിക്കാൻ കിടക്കുമ്പോൾ നമ്മളെ ആനന്ദിപ്പിക്കുന്നത് പാവപ്പെട്ട മനുഷ്യന് കൊടുത്ത ഒരു 500-ൻ്റെ നോട്ട്, എനിക്കൊരു ബന്ധമില്ലാത്ത മനുഷ്യന് കൊടുത്ത ഒരു 2000-ൻ്റെ നോട്ട്, ഒരു കിഡ്നി പേഷ്യൻ്റ് ഡയാലിസിസിന് സഹായിക്കാൻ വേണ്ടി ഞാൻ പങ്കുവെച്ച പണം, ഒരു പാവപ്പെട്ട യുവതിയുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ കൊടുത്ത സഹായം, ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് നന്നാക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത ഡൊണേഷൻ, ഇതാണ് എന്നെ ആനന്ദിപ്പിക്കുക. ജീവകാരുണ്യ പ്രവൃത്തികൾ നമ്മളെ ആനന്ദിപ്പിക്കും. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ മുറിവേറ്റ മനുഷ്യനെ സത്തത്തേൽപ്പിച്ച നല്ല ശമറിയാക്കാരന് 2 ദനാറ കൊടുത്തിട്ട് പറയുന്ന വാക്കുണ്ട്, ഇനി എന്തെങ്കിലും കുറവുണ്ടോ ഞാൻ തിരിച്ചു വരുമ്പം തന്നോളാം, എന്തെങ്കിലും കുറവുണ്ടോ ഞാൻ തിരിച്ചു വരുമ്പം തന്നോളാം. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ അവൻ്റെ 2-ാം വരവിൽ, അവൻ്റെ തിരിച്ചുവരവിൽ പ്രതിഫലമുണ്ട്. ഇതാണ് നമ്മളെ ആനന്ദിപ്പിക്കുക. നഗ്നരെ ഉടിപ്പിച്ചപ്പോൾ, പരദേശിക്ക് പാർപ്പിടം കൊടുത്തപ്പോൾ, ജയിലിൽ സന്ദർശിച്ചപ്പോൾ, രോഗിയെ ആശ്വസിപ്പിച്ചപ്പോൾ അവന് തിരിച്ചുവരവിൽ സമ്മാനമുണ്ട്. അപ്പം നമ്മളെ ആനന്ദിപ്പിക്കുന്നത് പരസ്നേഹ പ്രവൃത്തികളാണ്. എത്ര ചെയ്യുന്നു എന്നല്ല, ചെയ്യുന്ന മനസ്സ്. ഞാൻ ആദ്യമായിട്ട് ഈ കുപ്പായം ധരിച്ചത് 1985 മൂവാറ്റുപുഴയിൽ വെച്ചാണ് ഈ ലോക ധരിക്കുക. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നും എനിക്ക് തൊടുപുഴ, പാല, വാഗമൺ, ഏലപ്പാറ വഴി കട്ടപ്പന അടുത്തുള്ള വലിയ തോവാള എൻ്റെ വീട്ടിൽ ചെല്ലണം. ഞാൻ പോരുമ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകർ മേടിച്ചു തന്ന പൈനാപ്പിൾ ടേസ്റ്റുള്ള മുട്ടായിയുടെ കഴിച്ചതിൻ്റെ ബാക്കി വന്ന 2 എണ്ണം ഇടതുവശത്തെ പോക്കറ്റിലിട്ടു. 1 രൂപയുടെ നോട്ട് മാറിയിട്ട് 10 പൈസയുടെ 10 ചില്ലറ തുട്ടുകൾ വലതുവശത്തുള്ള പോക്കറ്റിലിട്ടു. 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും ഓരോ നോട്ട് നെഞ്ചത്തുള്ള പോക്കറ്റിലിട്ടു. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പോക്കറ്റുള്ള അച്ഛന്മാർ ഞങ്ങൾ ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സന്യാസികളാണ്. ഞങ്ങൾ ദേഹം മുഴുവൻ പോക്കറ്റാണ്, വലതുവശത്ത് ഇടതുവശത്ത്. വയറേ പോക്കറ്റ്, പുറകിൽ എയർവായു പോലെ വിശാലമായ തൊപ്പി പോലുള്ള പോക്കറ്റ്. ഞങ്ങളുടെ അച്ഛൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചുകൂട്ടി ഓറഞ്ച് പൊളിച്ചു നിന്നിട്ട് അതിൻ്റെ തൊലി ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന പോലെ അച്ഛൻ്റെ പുറകിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത അനുഭവമുണ്ട്. ഒരു ബൈബിൾ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു പോക്കറ്റടിക്കാരൻ സാക്ഷ്യം പറഞ്ഞു. അവൻ പറഞ്ഞു, ഭൂമിയിൽ പലരുടെയും പോക്കറ്റ് ഞാൻ അടിച്ചിട്ടുണ്ട്, മെത്രാച്ചന്മാരുടെ പോക്കറ്റ് ഒരു ചെത്തിപ്പറിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ തൊടാത്തത് ഈ കപ്പൂച്ചിൻ വൈദികരുടെ പോക്കറ്റ് തൊട്ടിട്ടില്ല. കാരണം
അവരുടെ കാശ് എവിടാ വെച്ചിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് പോലും അറിയാമെന്നല്ല, അതുകൊണ്ട് തൊട്ടിട്ടില്ല. ഞാനിങ്ങനെ പോരുന്നു. പാല സ്റ്റാൻഡിൽ വന്നപ്പോൾ കയ്യിലുള്ള ചില്ലറ പൈസ തീർന്നു പോയി. ഒരു ഭിക്ഷക്കാരൻ, വലത് കൈ സൂക്ഷിച്ച ഭിക്ഷക്കാരൻ ഇടത് കൈയിൽ ചളുങ്ങിയ അലുമിനിയച്ചട്ടിയായിട്ട് ബസ്സിനകത്ത് കയറി വന്നു. ധർമ്മം ധർമ്മം ധർമ്മം. എന്നെ കണ്ടു, റോക്കറ്റ് വേഗത്തിൽ ഓടി വന്നു. അച്ഛാ, ധർമ്മം ധർമ്മം ധർമ്മം. എൻ്റെ കയ്യിൽ ചില്ലറ പൈസയില്ല. ധർമ്മക്കാരൻ്റെ പാത്രത്തിൽ 5 രൂപ ഇട്ടിട്ട് 4 രൂപ 90 പൈസ പെറുക്കിയെടുക്കുന്നത് അതിനേക്കാൾ ധർമ്മത്തരം. ഞാൻ ചിരിച്ചോളൂ, ചേട്ടാ ചില്ലറ പൈസയില്ല, 2 മുട്ടായി ഉണ്ട്, തരട്ടെ. ഇയാൾ സഹതാപത്തോടെ ചളുങ്ങിയ ചട്ടി എൻ്റെ നേരെ നീട്ടിപ്പിടിച്ചു. ഞാൻ ആ പാത്രത്തിലേക്ക് 2 മുട്ടായി ഇട്ടു കൊടുത്തു. ആൾക്കാർ കുലുങ്ങിച്ചിരിച്ചു, ഇയാൾ ഓടിച്ചിരിച്ചു. വണ്ടി സാവധാനം നീങ്ങുമ്പോൾ പാത്രത്തിൽ മുട്ടായിയും കിലുക്കിക്കോട് ഇയാൾ എന്നെ നോക്കി ദുഃഖത്തോടെ ചിരിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അയാളുടെ ചിരിയും നോട്ടം കണ്ട് പുറപ്പാ. അയാളുടെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ പറയുന്ന പോലെ, ദൈവമായ കർത്താവേ, എന്നെക്കാട്ടിലും വലിയ ധർമ്മക്കാരൻ ഈ വണ്ടിക്കകത്തുണ്ടല്ലോ. ആ രീതിയിൽ അഭിക്ഷക്കാരന് പോക്ക്. പിന്നെ പലപ്പോഴും പാലാ സ്റ്റാൻഡിൽ ആ യാചകനെ കണ്ടിട്ടുണ്ട്. ജീവൻ പോയാൽ എൻ്റെ അടുക്ക വരികയില്ല, മാറി മാറി പോകത്തേ ഉള്ളൂ. ചിരിച്ചോണ്ട് വിളിച്ച് എന്തെങ്കിലും കൊടുത്തോ സന്തോഷത്തോടെ സ്വീകരിക്കും. എത്ര കൊടുക്കുന്നു എന്നതല്ല, കൊടുക്കുന്ന മനസ്സ്, ആ മനസ്സ് നമ്മളെ ആനന്ദിപ്പിക്കും. കൊച്ചു കൊച്ചു നന്മകൾ ചുറ്റുപാടും ചെയ്യുക. ഒരു വർഷം ഒരു 10,000 രൂപ ഒരു അംശമായിട്ട് പാവങ്ങൾ കൊടുക്കാനുണ്ടോ അത് കൃത്യമായിട്ട് കൊടുക്കുക. 5,000 പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക. 500 പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക. ഇടവകയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വത്തിൻ്റെ ഒരു അംശം ഇല്ലാത്ത പാവങ്ങളിലേക്ക് പോകണം. അവിടെ നമ്മൾ ആനന്ദിക്കും. ഇപ്പോൾ 1, ദൈവത്തിന് തൊടാൻ അവസരം കൊടുക്കുക. 2, ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആനന്ദം. ലൂക്കോസ് സുവിശേഷകൻ പറയുന്നു, അമ്മയെ ആനന്ദിച്ചതിൻ്റെ 3ാമത്തെ കാരണം പരാതി പറയാത്ത പരിശുദ്ധ അമ്മ. പരാതി പറയാത്ത പരിശുദ്ധ അമ്മ. അമ്മയ്ക്ക് പരാതിയില്ല, പരിഭവമില്ല. പിറവിയുടെ രാത്രി ഓർക്കുക. പിറവി. 3 കഥാപാത്രങ്ങൾ ബേത്ലഹേം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ നടന്നു നീങ്ങി. 1, അരവേറുള്ള കഴുത. 2, നിറവേറുള്ള മറിയം. 3, മിസ്റ്റർ യൗസേപ്പ്. എല്ലാ വീടിൻ്റെയും വാതിൽക്ക് ചെന്ന് മുട്ടി വിളിച്ചു യൗസേപ്പ്. ഒരു ചോദ്യം, ഇടമുണ്ടോ? ഇടമുണ്ടോ? ഒരു കൊച്ചിന് പിറക്കാൻ ഇടമുണ്ടോ? എല്ലാ വീട്ടിൽ നിന്നും മറുപടി, ഇടവില്ല, ഇടവില്ല, പിറക്കാൻ ഇടവില്ല. ആർക്ക്? എല്ലാം ഏകവാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവന് ഉണ്ടാകാൻ ഇടം കിട്ടാഞ്ഞ രാത്രി. പക്ഷേ മറിയത്തിന് വേണമെങ്കിൽ ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞ് ബേത്ലഹേം സത്യത്തിൻ്റെ മാനേജർക്ക് ഒരു IST കോൾ വിളിപ്പിക്കാമായിരുന്നു. എന്നിട്ട് പറയാം, ദേ ഒരു മിസ്സിസ് മറിയം പ്രസവിക്കാൻ വരുന്നുണ്ട്, 1-ാം നമ്പർ മുറി ഫ്രീ ആക്കിയിട്ട് ഉള്ളവരെ ഔട്ടാക്കിയിട്ട് മറിയത്തെ അഡ്മിറ്റ് ചെയ്യുക. മറിയം പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ മോനും ഈ ഗോമൂത്രം, ഈ പശുത്തൊഴുത്ത്, ഈ വൈക്കോല്, ഈ ചാണകം, ഈ ഗന്ധം, ഇത് മതി, ഇത് മതി, ഇതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. പരാതി പറയാത്ത പരിശുദ്ധയമ്മ, പരിഭവം പറയാത്ത പരിശുദ്ധയമ്മ, ഇത് മതി. ഇതാണ് പിന്നീട് ക്രിസ്തുവിൻ്റെ വാക്ക്. ഈ പരാതി പറയാത്ത അമ്മയിൽ നിന്നും പാഠം പഠിച്ച ക്രിസ്തു പറഞ്ഞു, പുകഞ്ഞ തിരി ഞാൻ കെടുത്തില്ല, ചതഞ്ഞ ഞാൻ കാണാം ഞാൻ ഓടിക്കില്ല. കിട്ടുന്ന അവസ്ഥ അതുപോലെ അക്സെപ്റ്റ് ചെയ്യും. ഒരു സമ്മർദ്ദവുമില്ല, ഒരു പരാതിയുമില്ല, ഉള്ളത് മതി. പരിഭവം പറയാത്ത പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ പരിഭവം പറയുന്നവരാ. എത്ര കിട്ടിയാലും പോരാ പോരാ. ചില പറയും, ഈ കെട്ടിയവൻ പോരാ, ഈ പെമ്പർനോത്തി പോരാ, ഈ മക്കൾ പോരാ, എന്തെല്ലാം വിധത്തിൽ നമ്മൾ പരാതിയും പരിഭവവും പറയുന്നവരാ. പോരാ പോരാ, ഇത് പോരാ. എപ്പോഴും അതിർത്തി പറയുന്നവർ. ഭർത്താവിനെ ഭാര്യ വിളിക്കും കണ്ണിൽ ചോരയില്ലാത്ത കാലൻ, ഭർത്താവ് ഭാര്യയെ വിളിക്കും വൃത്തിയില്ലാത്ത മുതുപിശാച്. മക്കളെ നോക്കി പറയും, അയൽവകത്തെ കുഞ്ഞുങ്ങൾ മിടുക്കർ, ഈ വീട്ടിൽ കഴിവില്ലാത്ത 3 ശവങ്ങൾ. ആ വീട്ടിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിയേ? ചായ കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പം ഇങ്ങോട്ട് വരും. പിശാചോ കരി ഒലത്തുന്നു, ചോറ് വാർക്കുന്നു, തുണി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു പഠിച്ചു പോയ പദപ്രയോഗങ്ങൾ. ഒരിക്കലും തൃപ്തിയില്ല, പരാതി തന്നെ പരാതി, ആകുല തന്നെ ആകുലത. ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടെത്തും.
ആണുങ്ങൾക്കുണ്ട് ഈ പരാതി, പെണ്ണുങ്ങൾക്കും ഉണ്ട്. ആണുങ്ങൾക്കിത് കൂടുതലാണ്. ഭാര്യ എന്നെ ഉണ്ടാക്കി വെച്ചാലും എങ്ങനെയുണ്ട് മനുഷ്യ ഈ ചക്കുകുരുമാങ്ങ കറി വെച്ചത്? വലിയ കുഴപ്പമില്ല. മീൻ വറുത്തതോ? കുഴപ്പമില്ല. ദോശ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് കുഴപ്പമില്ല എന്ന വാക്ക്. ഒരു കുറ്റവും പറയാനില്ലേ? ഊണ് കഴിഞ്ഞ് പഴമെങ്കിലും എടുത്തിട്ട് കെട്ടിയവൻ പറയും, ഈ പഴമെന്നാ വളഞ്ഞിരിക്കുന്നു, നേരെ ഇരുന്നാൽ പോരായിരുന്നു, എന്തേലും പറയണ്ടേ? പെണ്ണുങ്ങളുമുണ്ട് ഒട്ടും കുറയാത്ത ടൈപ്പ്. വിവാഹ വാർഷികത്തിൽ ഭാര്യയും കൂടി ഭർത്താവ് പോയി എറണാകുളം ജയലക്ഷ്മി ഏറ്റവും വലിയ സാരി സെൻറ്റർ ഒരു സാരി മേടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. 2.5 മണിക്കൂർ തപ്പിയിട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ട സാരിയില്ല. കെട്ടിയവൻ പറഞ്ഞു, 2.5 മണിക്കൂർ ആയാലോടി, എന്നാ തപ്പായത്? അവൾ പറഞ്ഞു, മിണ്ടാതിരി മനുഷ്യ, ഞാനും നോക്കട്ടെ. എന്നാടി നോക്കുന്നെന്ന് ചോദിച്ചു. നല്ല ചുമന്ന പച്ചസാരി ഉണ്ടോയെന്ന് ഞാൻ തപ്പുകയാണ്, അത് കിട്ടിയാലേ പോകത്തുള്ളൂ. പെണ്ണുങ്ങളുടെ ഏറ്റവും നല്ല ഡ്രസ്സ് സാരിയാണ്. പെണ്ണുങ്ങളുടെ ഏറ്റവും നല്ല തുണി സാരിയാണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഇന്ത്യൻ പെണ്ണുങ്ങളാണ്. അത് ഒറ്റ പാട്ടിലൂടെ. ആ പാട്ടാണ് സാരി ജഹാംസെ അച്ഛ. പഠിപ്പിച്ചവരാണ് നമ്മൾ ഏറ്റവും സുന്ദരമായി. ഇപ്പം പരാതി പറയുന്ന പെണ്ണുങ്ങൾ, പരാതി പറയുന്ന ആണുങ്ങൾ, പരാതി പറയാതെ ജീവിക്കാൻ പഠിക്കണം, പരിഭവമില്ലാതെ ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ ദൈവം നമ്മളെ പഠിപ്പിച്ച കാലങ്ങളായിരുന്നു കഴിഞ്ഞ 2 വർഷം. ഇതും മതി എന്ന് പറയാൻ പഠിച്ചു. ഇതും മതി, എനിക്ക് ഈ ചെരുപ്പ് മതി, എനിക്ക് ഈ വാച്ച് മതി, എനിക്ക് ഈ വീട് മതി, ഈ നൈറ്റ് മതി, ഈ പാൻസ് മതി, ഈ ഡ്രസ്സ് മതി പറയാൻ പഠിച്ചു. കാരണം ലോക്ക്ഡൗൺ കാലഘട്ടത്ത് ആരെ കാണിക്കാനാ പുതിയ നൈറ്റി? ആരെ കാണിക്കാനാ കാലിൽ പാദസരം? ആരെ കാണിക്കാനാ കമ്മല്, മൂക്കുത്തി, മാല? ഞാൻ വരുന്ന സ്ഥലത്ത് ഒരാൻറ്റി 2020 മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ എരുമപ്പാല് വിറ്റിയ കാശ് കൊണ്ട് 3 ഗ്രാം തൂക്കമുള്ള മൂക്കുത്തി മൂക്കലിങ്ങനെ കോർത്തിട്ടു. അതിൻ്റെ 10ാം ദിവസം സർക്കാരിൻ്റെ ഓർഡർ മാസ്ക് വെച്ച് മൂക്ക് മറയ്ക്കാൻ പറഞ്ഞു. ആ സ്ത്രീ എൻ്റെ അച്ഛ ആരെ കാണിക്കാനാ ഈ കുന്തം ഞാൻ മൂക്കെ തുളച്ച് കയറ്റിയത്? ഇതും മതി എന്ന് പറയാൻ പഠിച്ചു. ഈ ഭക്ഷണം മതി, ഈ മുറി മതി, ഈ സാഹചര്യം മതി, ഇതിനപ്പുറം ഒന്നും വേണ്ട. പരാതി പറയാതെ ജീവിക്കാൻ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. നമ്മളൊക്കെ പരാതി പറയുന്നവരാ. തമ്പുരാൻ പഠിപ്പിച്ചു, ഇത് മതി, വേറെ ഒന്നും വേണ്ട, ഇത്രയും കൊണ്ട് ജീവിക്കാൻ പറ്റും. ലളിത ജീവിതശൈലി ദൈവം പഠിപ്പിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതം 2 ആൽബങ്ങളാണ്. 2 ആൽബങ്ങൾ. നമ്മുടെയൊക്കെ വീട്ടിൽ 2 ആൽബങ്ങൾ പല വീട്ടിലുമുണ്ട്. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, 2 സങ്കടത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബമുണ്ട്, സങ്കടത്തിൻ്റെ ആൽബമുണ്ട്. സന്തോഷത്തിൻ്റെ ആൽബം പുതിയ വീട് ആശീർവാദം നടത്തുന്നതിൻ്റെ ഫോട്ടോ, വിവാഹത്തിൻ്റെ ഫോട്ടോ, കുഞ്ഞിൻ്റെ മാമോദീസയുടെ ഫോട്ടോ, ആഘോഷങ്ങളുടെ ഫോട്ടോ. അത് സന്തോഷത്തിൻ്റെ ആൽബം. തൊട്ടപ്പുറത്ത് സങ്കടത്തിൻ്റെ ആൽബം. അമ്മയുടെ അപ്പൻ്റെ ശവമടക്ക്, അപ്പൻ്റെ അമ്മയുടെ ശവമടക്ക്, അപകടം പറ്റി ആശുപത്രിയിൽ കാഷ്വാലിറ്റി കിടന്നപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടന്നതിൻ്റെ ഫോട്ടോ പതിപ്പിച്ച് ആൽബം. സന്തോഷത്തിൻ്റെ ആൽബമുണ്ട്, ദുഃഖത്തിൻ്റെ ആൽബമുണ്ട്. ചില മനുഷ്യരെപ്പോഴും ഈ ദുഃഖത്തിൻ്റെ ആൽബത്തെ നോക്കും, സന്തോഷത്തിൻ്റെ ആൽബത്തെ ഒരിക്കലും നോക്കുകയല്ല. ചിലരെ കണ്ടിട്ടുണ്ട് 10 കിൻഡൽ കപ്പ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തണ്ടിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. കുറേ നാൾ മുമ്പ് 50 വയസ്സുള്ള ഒരു സ്ത്രീ 15 വയസ്സുള്ള മോനെയും കൊണ്ട്, 10ൽ പഠിക്കുന്ന മോനെയും കൊണ്ട് കാണാൻ വന്നു. മുഖമെല്ലാം ഇടിമിച്ച് വീർത്തിരിക്കുന്നു. ഈ സ്ത്രീയുടെ നിറമാണെങ്കിൽ കരിക്കട്ട പോലെ കരിങ്കറുപ്പ്. ഞാൻ ചോദിച്ചു, എന്നാണ്ട് വിശേഷം? എന്നാ പറയാനാച്ച? കറുപ്പ് മോശം നിറമാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. കോഫി അന്നൻ കറമ്പനല്ലേ? അതെ. ആഫ്രിക്കക്കാർ കറമ്പനല്ലേ? അതെ. എൻ്റെ അച്ഛൻ, എൻ്റെ കാര്യം ഓർക്കുക, ഈ കറുപ്പ് എനിക്ക് ശാപമാണ്. ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക, പുള്ളിക്കാക്ക. കുട്ടികൾ എന്നെ വിളിച്ച് സ്കൂളിൽ കരിങ്കാക്ക, കരിങ്കാക്ക. കെട്ടിയവൻ എന്നെ വിളിച്ചു മുതുകാക്ക, മുതുകാക്ക. ഈ മോൻ വിളിക്കുന്നു അമ്മക്കാക്ക, അമ്മക്കാക്ക. വിളി കേട്ടും മടുത്തു. ഞാൻ പറയടാ,
അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ നീ പത്തി തോറ്റു പോവും. മേലിൽ ഇവിടെ മോശമായ വാക്ക് നീ അമ്മയെ വിളിക്കരുത്. അവൻ പറഞ്ഞാൽ ഞാൻ ഇനി വിളിക്കുകയല്ല. വാക്ക് ഞാൻ ഇവരോട് പൊക്കോളാൻ പറഞ്ഞു. ഇത് തിരിച്ചു പോയി. 6 മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിൽ ഈ സ്ത്രീ മോനെയും കൊണ്ട് വന്നു. പഴയതിനേക്കാൾ മൂടിക്കെട്ടിയ മുഖം. ഞാൻ ചോദിച്ചു, എന്താ കാക്ക പിന്നെയും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചോ ഒരിതുമില്ല, ഒരേതാണ്ട് പോലെ, ഒരിതുമില്ല, ഒരേതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു, ആരെങ്കിലും കാക്കയെന്ന് വിളിച്ചോ? കെട്ടിയവൻ വിളിച്ചോ? വിളിച്ചില്ല. നാട്ടുകാർ വിളിച്ചോ? വിളിച്ചില്ല. സ്വന്തക്കാർ വിളിച്ചോ? വിളിച്ചില്ല. ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് തന്നെ ചോദിക്കും, അവൻ പറയട്ടെ. ഞാൻ ചോദിച്ചേടാ, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചോ? അവൻ പറഞ്ഞു, ഇല്ല അച്ഛാ, വിളിക്കുകയായിരുന്നു അച്ഛന്, ഞാൻ വാക്ക് തന്നതല്ലേ. ഞാൻ പറഞ്ഞു, പിന്നെ അമ്മയുടെ സങ്കടം അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക. ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഭർത്താവ് വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ ഈ സങ്കടം എന്താ? അപ്പം സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ ഇവൻ കാക്കയെന്നൊന്നും എന്നെ വിളിക്കേണ്ട. ഇവൻ അരിശം വരുമ്പം ഇവൻ എന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. കാക്കയെന്ന് വിളിക്കേണ്ട. ചിലതിങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു നോക്കിക്കൊണ്ട് ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയും. അവിടെ ഇടയ്ക്കിടയ്ക്ക് ആനന്ദത്തിൻ്റെ ആൽബത്തെ നോക്കണം. ഭർത്താവിൻ്റെ മുഖം ഓർക്കണം, കുഞ്ഞുങ്ങളുടെ മുഖം ഓർക്കണം, കിട്ടിയ നന്മകൾ ഓർക്കണം, കയ്യിൽ വാച്ചുള്ളവർ ഓർക്കണം. ഈ കൈയില്ലാത്തവൻ്റെ സ്വപ്നമാണ്. കാലിൽ ചെരുപ്പില്ലാത്തവൻ ഓർക്കണം, ചെരുപ്പില്ലെന്നേ ഉള്ളൂ. ഈ കാലില്ലാത്തവൻ്റെ സ്വപ്നമാണ്. എത്രയെല്ലാം നന്മ ദൈവം നമുക്ക് തന്നു. നമ്മളെക്കാൾ താന്ന എത്ര പേരുണ്ട്? കിട്ടിയ അവസ്ഥയിൽ സന്തോഷിക്കണം. കിട്ടിയ ഭർത്താവ്, കിട്ടിയ ഭാര്യ, കിട്ടിയ കുഞ്ഞുങ്ങൾ, കിട്ടിയ മാതാപിതാക്കൾ, നമ്മൾ ആനന്ദിക്കണം. അങ്ങനെ ആനന്ദിക്കുന്നവരെ അമ്മ മാതൃകയായി തരുന്നു. പരാതി പറയാത്ത, പരിഭവം പറയാത്ത പരിശുദ്ധ അമ്മ. ലൂക്കോസ് സുവിശേഷകൻ അമ്മയെ ആനന്ദിച്ചതിൻ്റെ 5 കാരണങ്ങൾ പറയുമ്പോൾ 4ാമത് സുവിശേഷകൻ പറയുന്നു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മ. അമ്മ ആനന്ദിക്കാൻ കാരണം സമ്പൂർണ്ണ സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി, സമ്പൂർണ്ണ സമർപ്പണം. അതോടെ ആനന്ദിച്ചു. മറിയം പറഞ്ഞില്ല, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. ഇല്ല, മറിയം പറഞ്ഞു, യേശയ്യ 64:8, കർത്താവേ ഞാൻ കളിമണ്ണാണ്, നീയോ കുശവൻ, നീ ഇഷ്ടം പോലെ എന്നെ മെനഞ്ഞെടുക്കണമേ, വാർത്തെടുക്കണമേ. മറിയം പറഞ്ഞു, ഞാനൊരു വെള്ളപ്പേപ്പറാ, നിനക്ക് ഇഷ്ടമുള്ളത് ഈ കടലാസിൽ നീ എഴുതിക്കൂ. ഇതാ കർത്താവിൻ്റെ ദാസി, നീ ഇഷ്ടം പോലെ എന്നെ നിറവേറട്ടെ. ഞാൻ വെറും ഒരു വെള്ളക്കടലാസ്, നിനക്ക് ഇഷ്ടമുള്ളത് എന്നിൽ എഴുതാം. അങ്ങനെ സമർപ്പിച്ചപ്പോൾ അമ്മ ആനന്ദിച്ചു. കാരണം മാതാവിനറിയാം, നിങ്ങളും ഞാനും ഓർക്കേണ്ട ഒരു കാര്യം മാതാവിന് മുൻകൂട്ടി അറിയാം. ആ കാര്യം ഇതാണ്, സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. ഒരു ഭർത്താവിന് മേജർ ഓപ്പറേഷൻ വന്നാൽ ഒപ്പിട്ട് കൊടുക്കുന്നത് അവൻ്റെ അപ്പനും അമ്മയുമല്ല, അവൻ്റെ സമർപ്പണം സ്വീകരിച്ച ഭാര്യ. ഒരു സ്ത്രീക്ക് ഒരു മേജർ ട്രീറ്റ്മെൻറ്റ് വന്നാൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് അപ്പനും അമ്മയും ആങ്ങളമാരുമല്ല, അവരുടെ സമർപ്പണം സ്വീകരിച്ച ഭർത്താവ്. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ചവൻ തീരുമാനിക്കും. പിന്നെ അവനറിയാതെ ഒരു മുടിനാര് പോലും കിളുക്കുകയില്ല, കൊഴിയുകയില്ല. ആ ഉറപ്പ് അമ്മയ്ക്കുണ്ടായിരുന്നു. ആ ഉറപ്പിൽ അമ്മ ആനന്ദിച്ചു. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മയെ ആനന്ദിച്ചു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ആനന്ദിക്കണം, വിട്ടുകൊടുക്കണം. ദൈവം നോക്കട്ടെ, വിട്ടുകൊടുക്കണം. COVID-19 പഠിപ്പിച്ചാലല്ലേ. ദൈവമല്ലാതെ വേറെ ഒരു തുണയുമില്ല. ദൈവം മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ നടുവചനമായിട്ട് നിൽക്കുന്ന അതിമനോഹരമായ വചനം 125-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. COVID-19 നിങ്ങളെയും എന്നെയും പഠിപ്പിച്ച പാഠം. മാതാപിതാക്കൾ ആശ്രയിച്ചിട്ട് കാര്യമില്ല, ജീവിത പങ്കാളിയിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല, മക്കളിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല, സുഹൃത്തുക്കളിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകും നിങ്ങളും ഞാനുമൊക്കെ ജീവിതത്തിൽ. അത് പഠിപ്പിച്ചു. അവിടെയാണ് 125-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും.
യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. വേറെ എവിടെ ആശ്രയം വെച്ചാലും നിരാശയാണ് ഫലം. സമ്പൂർണ്ണ സമർപ്പണം. ഈ സമർപ്പണം ടെൻഷൻ പിടിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് സമർപ്പിക്കുമ്പോൾ മനുഷ്യൻ ടെൻഷൻ അടിക്കും. ഏറ്റവും വലിയ സമർപ്പണമാണ് കല്യാണം, വിവാഹം. ആ സമയത്ത് ആണുങ്ങൾ വിറയ്ക്കുന്ന കാണാം. പട്ടാളക്കാരനാണെങ്കിൽ പോലും തോക്ക് പിടിക്കുമ്പം വിറയ്ക്കാത്ത കൈ താലി പിടിക്കുമ്പം വിറയ്ക്കും. പട്ടാളക്കാരന് പോലും അറിയാം രണ്ടാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്ന് മുതൽ തുടങ്ങുന്ന മൂന്നാം ലോകമഹായുദ്ധം അവൻ്റെ ശക്തിക്കപ്പുറം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി വരപ്പിച്ച പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി മതി കട്ടിയില്ലാത്ത ചീപ്പുനൂലിൽ കെട്ടിതാലി കൊടുത്ത് ഇവിടെ പെടലിയെ കെട്ടുമ്പം ഇവൻ്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്രശലഭൻ തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടയിൽ കൂടെ പറക്കണ പോലെ കൈ തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ പള്ളിയിൽ വന്നു. ഞാൻ കേക്ക് ആശീർവദിച്ച് മുറിച്ച് തമ്മിൽ മുറിച്ച കഷ്ണം ഞാനും എടുത്തു, ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പോൾ ഇവൻ്റെ തോളെ പറ്റി ഞാൻ പറഞ്ഞു, പേടിത്തോണ്ട കണക്കധ്യാപക, എന്നാ വിറയാടാ വരച്ചത്. സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പം കുറെ കൂടെ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛ, അത് വിറയാണെന്നാണ് അച്ഛൻ ഓർത്തെ. ഞാൻ പറഞ്ഞു, കൈ കിടന്നിങ്ങനെ തുള്ളുന്നത് വിറയല്ലാതെ വേറെ വല്ലതും ആണോ? അവന് പൊന്നച്ച, ഇത് വിറച്ചതല്ല, സഭയിലെ ഗൗരവമുള്ള ഒരു കൂദാശയുടെ സ്വീകരണമല്ലേ, വിറച്ചതല്ലച്ചാ. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് സമ്പൂർണമായ സമർപ്പണം. സമർപ്പിച്ച വ്യക്തിയിൽ എന്തെന്ന് സമർപ്പണം സ്വീകരിച്ചവൻ തീരുമാനിക്കും. അമ്മ സമർപ്പിച്ചത് വേദനയുടെ നടുവില. ബേഥലേഹേമിൽ ആരംഭിക്കുന്ന ആ സഹനയാത്ര, 3 മാസം സീനായി മരുഭൂമിയിലുള്ള സഹനയാത്ര, ഈജിപ്തിൽ ഒളിച്ചു പാർത്ത യാതനയുടെ കാലഘട്ടം, നസത്തിൽ വന്നുള്ള ജീവിതം, അവിടെ വെച്ച് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വന്നപ്പോൾ ജ്ഞാനവൃദ്ധനായ ശിമയോൻ പീളയടിഞ്ഞ കൺപോളുകളുമായി പൈതലായ ശിശുവിനെ കയ്യിലെടുത്തിട്ട് ശിമയോൻ ഒരു താരാട്ട് പാടി. ശിമയോൻ പാടിയ താരാട്ട്, ബൈബിളിൽ ആദ്യമായിട്ട് താരാട്ട് പാടിയത് ശിമയോനാണ്. എന്താണ് താരാട്ട്? ഓരോ അമ്മയും സ്വന്തം കുഞ്ഞിനെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും. താരാട്ട് എന്താണ്? രാരാരോ രാരി രാരോ. ഇതൊരു ചോദ്യമാണ്. എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ശിവരശനാണോ? വീരപ്പനാണോ? ഒസാമ ബിൻ ലാദനാണോ? സദ്ദാം ഹുസൈനാണോ? ഇതാരാരോ? ഈ കിടക്കുന്നത് മഹാത്മാഗാന്ധിയാണോ? മദർ തെരേസയാണോ? ഇതാരാരോ? ശിമയോൻ പൈതലായ യേശുവിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഈ ശിശു ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും വയ്ക്കപ്പെട്ടു. സ്ത്രീയെ, ഇവൻ മൂലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. എന്താ അതിൻ്റെ അർത്ഥം? 33 വർഷക്കാലം മറിയം നെഞ്ചിൽ വഹിച്ച ഒരു വാൾ. പെറ്റതള്ളയായ ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ്റെ ദാരുണമായ മരണം കാണേണ്ടി വരും. ആ മുന്നറിയിപ്പാണ് നെഞ്ചിൽ തറച്ച വാൾ. പെറ്റതള്ളയെ ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ്റെ ദാരുണമായ മരണം ഞാൻ കാണേണ്ടി വരും. 33 വർഷം മറിയം നെഞ്ചിൽ വഹിച്ച വാൾ. ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന അമ്മയെ നമ്മൾ കണ്ടെത്തുന്നു. അവസാനം കുരിശിൻ ചുവട്ടിലെ അമ്മ, മറിയം നിന്ന പാറമേൽ കുരിശിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റിറ്റു വീണു. ആ ചോരത്തുള്ളി നോക്കി ആകാശത്തിൽ കണ്ണു നട്ട് പരിശുദ്ധ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്നിഷ്ടം പോലെ എന്നിലും എൻ്റെ പ്രിയമകനിലും നിറവേറട്ടെ. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മ. സ്നേഹമുള്ളവരെ, എവിടെയെല്ലാം സമ്പൂർണ്ണ സമർപ്പണമുണ്ടോ അവിടേക്ക് ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്. പൂർണ്ണമായ സമർപ്പണം എവിടെയെല്ലാം നടത്തുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്. സമർപ്പണത്തിൻ്റെ വാക്കാണ് ആമേൻ, അല്ലെങ്കിൽ അപ്രകാരം സംഭവിക്കട്ടെ. ഇതാണ് സമർപ്പണ വാക്ക്. ഇത് 4 പ്രധാന രംഗങ്ങളിൽ ഈ വാക്ക് പറഞ്ഞു 4 അത്ഭുതങ്ങൾ സംഭവിച്ചു. ആദ്യമായിട്ട് അപ്രകാരം സംഭവിക്കട്ടെ ആമേൻ എന്ന് പറഞ്ഞത് പിതാവായ ദൈവം. പ്രകാശമുണ്ടാകട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. രാത്രി ഉണ്ടാകട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. ദൈവം ആമേൻ പറഞ്ഞപ്പോൾ, അപ്രകാരം പറഞ്ഞപ്പോൾ സൃഷ്ടി.
ക്രിയേഷൻ. മറിയം നസ്രത്തിൽ പറഞ്ഞു അപ്രകാരം സംഭവിക്കട്ടെ, ആമേൻ, ഇൻകാർണേഷൻ, മനുഷ്യാവതാരം. യേശു ഗെത്സമേനിൽ പറഞ്ഞു അപ്രകാരം സംഭവിക്കട്ടെ, റിഡംപ്ഷൻ, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. ഒരു സമൂഹം ഒരുമിച്ച് കൂടി പറയും അപ്രകാരം സംഭവിക്കട്ടെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അവിടെയാണ് ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയായ സഭ. ആമേൻ പറയുന്നിടത്ത്, അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറയുന്നിടത്ത് അത്ഭുതം നടക്കും. ദൈവം പറഞ്ഞപ്പോൾ സൃഷ്ടി, ക്രിസ്തു പറഞ്ഞപ്പോൾ മനുഷ്യാവതാരം, മറിയം പറഞ്ഞപ്പോൾ മനുഷ്യാവതാരം, ക്രിസ്തു പറഞ്ഞപ്പോൾ വീണ്ടെടുപ്പ്, ഒരു സമൂഹം പറയുമ്പോൾ സഭയെന്ന അത്ഭുതം ലോകത്തിൽ സംജാതമാകുന്നു. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മ. ചിന്തകളെ അവസാനിപ്പിക്കാം. പരിശുദ്ധമ്മയെ ആനന്ദിച്ചതിന് 5ാമത് ഒരു കാരണം കൂടി ലൂക്കോസ് സുവിശേഷകൻ പറയുന്നു. അമ്മയെ ആനന്ദിച്ചതിൻ്റെ 5ാമതൊരു കാരണം കൂടി സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ പറയുന്നു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം. നഷ്ടപ്പെട്ട കർത്താവിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. ഇവിടെയാണ് ആനന്ദം. നഷ്ടപ്പെട്ട കർത്താവിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. നമ്മൾ കാണുന്നുണ്ട് യഹൂദ പാരമ്പര്യം. 12 വയസ്സ് വരെ യഹൂദൻ ബാലനാണ്. അവൻ ഗ്രാമത്തിലെ സിനഗോഗിൽ ബൈബിൾ പഠിക്കണം. 12-ാം വയസ്സിൽ കയറുമ്പോൾ ഗ്രാമത്തിൽ പഠിച്ചത് ശരിയാണെന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ ജെറുസലേം നഗരത്തിലെ ദേവാലയത്തിൽ ചെന്ന് പണ്ഡിതന്മാരെ പറഞ്ഞു കേൾപ്പിക്കണം. നിയമങ്ങൾ മുഴുവൻ അനുസരിച്ചിരുന്ന യോസേപ്പും മറിയവും കൂടി 12 വയസ്സുള്ള യേശുവിനെ, 12-ാം വയസ്സിൽ പ്രവേശിച്ച യേശുവിനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ഇടുങ്ങിയ വഴി, ഗുഹ പോലുള്ള വഴിയിലൂടെ ഇവരിങ്ങനെ പോകുന്നു. പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ മുതിർന്നവർ പ്രാർത്ഥിക്കും, കൊച്ചുകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെയും എല്ലാവരും തിക്കി ഒരു പകൽക്കാലം നടക്കുമ്പോൾ വൈകിട്ട് 6 മണിക്ക് ഒരു ജംഗ്ഷനിലെത്തും. അവിടെ വെച്ചാണ് എല്ലാവരും ഉറ്റവരെയും ഉടയവരെയും തിരയുക, കണ്ടെത്തുക. അന്നത്തെ പാരമ്പര്യത്തിൽ 12 വയസ്സ് വരെ യഹൂദൻ ബാലനാണ്. അവൻ അമ്മയുടെ കൂടെ നടക്കണം, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ. 12 കഴിഞ്ഞാൽ യുവാവാണ്, അപ്പൻ്റെ കൂടെ നടക്കണം, ആണുങ്ങളുടെ കൂട്ടത്തിൽ. കൃത്യം 12-ാം വയസ്സിൽ 2 കൂട്ടത്തിലും നടക്കാം. യേശു കൃത്യം 12-ല. യൗസേപ്പ് കരുതി മറിയത്തിൻ്റെ കൂടെ, മറിയം കരുതി യൗസേപ്പിൻ്റെ കൂടെ. 1-ാം ദിവസം സന്ധ്യ ആയപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. 2-ാം ദിവസം രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെട്ടു. വൈകിട്ട് 6 മണിക്ക് ജെറുസലേം ദേവാലയത്തിലെത്തി. ദേവാലയം പൂട്ടപ്പെട്ടിരുന്നു. അവിടെ കാത്തു കഴിഞ്ഞു. 3-ാം ദിവസം രാവിലെ ദേവാലയം തുറന്നപ്പോൾ യേശുവിനെ അവിടെ കണ്ടെത്തിയതാണ് 3-ാം ദിവസം. നമുക്കറിയാം ബൈബിൾ 3 എന്ന അക്കത്തിന് ഉറപ്പ് എന്നാണ്. കൃത്യം സമയത്തിൻ്റെ പരിധിയല്ല, ഉറപ്പ്. ബൈബിളിൽ 3-ാം ദിവസമാണ് അത്ഭുതങ്ങൾ പലതും. മോശ സീനായ് മല കയറിയതിൻ്റെ 3-ാം ദിവസം സൂര്യോദയത്തിൽ ദൈവപ്രമാണങ്ങൾ മോശയ്ക്ക് കിട്ടി തുടങ്ങി. യൗനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 നാൾ കിടന്നു. ക്രിസ്തു പറഞ്ഞു, ദേവാലയം തകർത്താൽ 3-ാം ദിവസം ഞാനിത് പുതുക്കും. 12-ാം വയസ്സിൽ യേശുവിനെ 3 നാൾ കാണാതെ പോയി. 12-ാം വയസ്സിൽ 3 നാൾ കാണാതെ പോയവനെ ജീവിത അന്ത്യത്തിലും 3 നാൾ കാണാതെ പോയി. ദുഃഖവെള്ളി, വലിയ ശനി, ഞായർ വരെ 3 ഉറപ്പാണ്. കാനായിൽ 3-ാം ദിവസം വിവാഹ സദ്യ. ലേലം വിളി ഓർപ്പിക്കുന്ന 3, 1 തരം, 2 തരം, 3 തരം. ഉറപ്പിൻ്റെ ദൈവമാണ്. അവനെ കണ്ടുകെട്ടി. യൗസേപ്പും മറിയവും കൂടി വഴക്കുണ്ടാക്കിയതായി ബൈബിളിൽ പറയുന്നേ ഇല്ല. നല്ല വഴക്കിന് സാധ്യത. ഇന്നത്തെ കാലമാണെങ്കിൽ പെണ്ണുങ്ങൾ പറയും, തനിക്ക് എന്നാ ഇളക്കമായിരുന്നോടോ, മോനെയും കൊണ്ട് പോകാൻ തപ്പിപ്പിടിച്ചുകൊണ്ട് പോവാ. കെട്ടിയവൻ പറയും, നീയല്ലേ പെറ്റവളാ പോറ്റേണ്ടത്. ഇന്നത്തെ കാലത്ത് ചില ആണുങ്ങളെ കാണാം, മക്കൾ സമർത്ഥനാണെങ്കിൽ എൻ്റെയാ, അതിൻ്റെ ഗുണമാണ്. മോശമാണ്, നീയാ പെറ്റത്, നിൻ്റെ കുഴപ്പമാണ്. ആരോപണമൊന്നുമില്ല, ഒരു വഴക്കുമില്ല. ഒരുമിച്ച് അന്വേഷിച്ചു, മകനെ കണ്ടെത്തി. യൗസേപ്പും മറിയം കൂടി വഴക്കുണ്ടാക്കിയെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അറിയുക. മനോരമ, മാതൃഭൂമി, മംഗളം, ദീപികയിൽ വലിയ വാർത്ത. എവിടെ വെച്ചായിരുന്നു ഇവരുടെ വഴക്ക്? ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഇവരുടെ വഴക്ക്. പത്രത്തിൽ വലിയ വാർത്ത. സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്ക് ഇടിച്ചു. ഇതാണ് ആദ്യത്തെ വഴക്കായിട്ട് കാണുക. ഇത് വണ്ടിക്കാരുടെ വഴക്കാണ്. ഇവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല. ഇന്ന് വണ്ടിയുടെ പേരങ്ങനല്ലേ.
കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോകുമ്പോൾ അനൗൺസ്മെൻറ്റ് അൽഫോൻസായെ മുട്ടാത്ത വിധം സെൻറ് തോമസ് മാറിക്കിടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈകുന്നേരം ഒരു 3:30 തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ചെല്ലാമെങ്കിൽ കേൾക്കാം ഒരു അനൗൺസ്മെൻറ്റ്, ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. എന്തെല്ലാം അറിയിപ്പുകളാണ്. ഏറ്റവും രസമുള്ള വണ്ടി പാലായില്ല. വൈകുന്നേരം 4:30 പാലാ ബസ് സ്റ്റാൻഡിൽ നിന്നും 2 ബസ്സുകൾ പുറപ്പെടും. ഒന്ന് പാല മരങ്ങാട്ടുപള്ളി കുളവിലങ്ങാട് വഴി വൈക്കം പോകുന്ന ചിലങ്ക. രണ്ടാമതൊരു ബസ്സുണ്ട് പാല മരങ്ങാട്ടുപള്ളി കുറവലങ്ങാട് കുറുപ്പന്തറ വഴി കല്ലറ എന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്. ആ ബസ്സിൻ്റെ പേര് ജീവൻ ട്രാവൽസ്. 4:00 അനൗൺസ്മെൻറ്റ് കേൾക്കാം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ജീവൻ പോവുകയാണ്, കല്ലറിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും അധികം മറിയം വേദനിച്ചത് യേശുവിനെ കാണാതെ പോയ 3 ദിവസങ്ങൾ, ആനന്ദിച്ചത് കണ്ടുകെട്ടിയ 3-ാം ദിവസം. സ്നേഹമുള്ളവരെ, ഒരു സായാഹ്ന ധ്യാനത്തിൽ ഈ മണിക്കൂറിൽ കടന്നു പോകുമ്പോൾ ഒരു സ്വയപരിശോധന. ക്രിസ്തു നഷ്ടപ്പെട്ട ഇടവകയാണോ എൻ്റെ ഇടവക? ക്രിസ്തു നഷ്ടപ്പെട്ട വീടാണോ എൻ്റെ വീട്? ക്രിസ്തു നഷ്ടപ്പെട്ട ഹൃദയമാണോ എൻ്റെ ജീവിതം? നഷ്ടപ്പെട്ട കർത്താവിനെ ഒന്നുകൂടെ കൊണ്ടുവരാൻ അമ്മയുടെ തിരുനാൾ നമ്മളെ വിളിക്കുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് വന്നോ, പൂർവാധീന ശക്തിയോടെ സന്ധ്യാ നമസ്കാരങ്ങൾ കുടുംബത്തിൽ നടത്തണം. ഓൺലൈൻ കുർബാനയൊക്കെ കൂടി പള്ളിയിലെ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ ഒരു മാന്യം വന്നു. കുർബാന ആരംഭിക്കുമ്പോൾ അതിനുള്ള അവസരം കിട്ടുമ്പോൾ ഉണർവോടുകൂടി ദിവ്യകാരുണ്യത്തിൽ കുർബാനയിൽ പങ്കെടുക്കണം. ബൈബിൾ വായന നിന്നുപോയോ ഓരോ അധ്യായം ഇന്നു മുതൽ വായിച്ചു തുടങ്ങണം. പരസ്യ പ്രവൃത്തികൾ നിന്നുപോയോ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ നഷ്ടപ്പെട്ട നമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ആനന്ദിക്കുന്ന മക്കളായി നമുക്ക് ജീവിക്കാം. ആ കൃപയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ സമൃദ്ധമായി ഭക്ഷിക്കട്ടെ. തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. നിത്യകന്യായ പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നും എന്നും പ്രാർത്ഥിക്കട്ടെ. ആമേൻ.